5, 4, 3, 2, 1, 0. എളുപ്പമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കെല്ലാം എളുപ്പമായിരിക്കും, ഉത്തരത്തിനുള്ള പാട്. എനിക്ക് ആദ്യമായിട്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച അതേ ഒരു പേടിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും മരുന്ന് തന്ന് എന്നെ ഒന്ന് തരാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കാലൊടിച്ചിട്ടുണ്ട്. അതിന്റെ റൈറ്റ് ലെഗ് ആംഗിൾ ഫ്രാക്ചർ തിരിച്ചൊടിച്ചു. ഈ ആക്സിഡന്റ് ഒക്കെ അതിന് ശേഷം എന്റെ അച്ഛൻ എന്റെ ഇല്ലാണ്ടായി. നമ്മ വിചാരിക്കണതൊന്നുമല്ല നമ്മളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണം. താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു പിടിവള്ളി ബാക്കിയുണ്ട് മകന്റെ. എനിക്കും പിടിയില്ല. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയൂ. എന്തൊരു നോട്ടമായി എന്റെ കൊച്ചു മുതലാളി. ഈ കല്യാണമാണോ ജീവിതത്തിലെ ഏക പ്രണയം, അതോ അല്ലല്ല എന്താ കഥ? എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നീണ്ട 7 മാസക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുന്നു ഫ്ലവേഴ്സ് 1 കോടി. നമ്മൾ ദീർഘയാത്രകൾ ചെയ്യുമ്പോൾ വഴിയിൽ വിശ്രമിക്കാറില്ലേ? അതേപോലെ ഒരു വിശ്രമകാലമായിരുന്നു ഈ 7 മാസങ്ങൾ. ഈ പരിപാടിക്ക് കുറച്ചധികം റെക്കോർഡുകളുണ്ട്. കോടീശ്വരനെ തേടിയുള്ള യാത്ര. 6.5 കോടി ചെലവഴിച്ചിട്ടും കോടീശ്വരനെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. പില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഫ്ലവേഴ്സ് 1 കോടി. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, 2021 ഓഗസ്റ്റ് 8-നാണ് ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. പിന്നീട് 490 എപ്പിസോഡുകൾ ഈ പരിപാടി പൂർത്തിയാക്കി. ഒരുപാട് പ്രശസ്തർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. എന്നാൽ അതിനപ്പുറം സാധാരണക്കാരുടെ വേദനകളും അവരുടെ നൊമ്പരങ്ങളുമാണ് ഈ പരിപാടി പലപ്പോഴും അനാവരണം ചെയ്തത്. അവരായിരുന്നു ഈ പരിപാടിയുടെ കരുത്തും ആത്മാവും. വീണ്ടും നമ്മൾ അവരിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ മത്സരാർത്ഥി ആരെന്നറിയണ്ടേ? വരുന്നു തൊടുപുഴയിലെ വെള്ളിയാമറ്റത്ത് നിന്ന് ജോർജ് ബെന്നി. ആരാണ് ഈ ജോർജ് ബെന്നി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 7 പശുക്കൾ ഉൾപ്പെടെ 13 കന്നുകാലികൾ കൺമുൻപിൽ ചത്തുവീണപ്പോഴും നൊമ്പരമടക്കി പിടിച്ചു നിന്ന ഒരു ക്ഷീര കർഷകൻ. ഇടുക്കി തൊടുപുഴ വെള്ളിയാമറ്റത്തെ ജോർജ് ബെന്നി എന്ന +2 കാരൻ പയ്യൻ ജീവിതത്തിന്റെ ആനന്ദം കണ്ടെത്തുന്നത് പൈക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും സമ്പന്നമാകുന്ന ഈ കാർഷിക കുടുംബത്തിന്റെ കൂട്ടുചേരലുകളിലാണ്. ജീവിതത്തിന്റെ പുതിയ പ്രതീക്ഷകളുടെ സ്വപ്നപ്പിറവി നിത്യവും നിറഞ്ഞു നിന്ന ഈ കാലിത്തൊഴുത്തിൽ ഇത്തവണ പുതുവർഷ തുടക്കത്തിൽ ജോർജ് ബെന്നി അക്ഷരാർത്ഥത്തിൽ പകച്ചു നിന്നപ്പോൾ കൺമുന്നിൽ പിടഞ്ഞു വീണത് 7 പശുക്കൾ ഉൾപ്പെടെ 13 കന്നുകാലികൾ. ജയറാം ഉൾപ്പെടെ പ്രമുഖ സിനിമാ താരങ്ങളും മന്ത്രിമാരും ജനപ്രതിനിധികളും മലയാളികളുടെ മനസ്സറിഞ്ഞ് ഈ ക്ഷീര കർഷകനെ ചേർത്ത് പിടിച്ചതോടെ ജോർജ് ബെന്നി വാർത്തകളിലെ താരമായി. അനുജൻ മാത്യു ബെന്നിയാണ് കാലി വളർത്തലിൽ ജോർജ് ബെന്നിയുടെ വഴികാട്ടി. അനുജത്തി റോസ്മേരിയും അമ്മ ഷൈനിയുമെല്ലാം പഠനത്തിനൊപ്പം പശുപരിപാലനത്തിലും മിടുക്കനായ ഈ തൊടുപുഴക്കാരന്റെ തൊഴുത്തിൽ നിത്യസഹായികളായി എത്താറുണ്ട്. ആശിച്ചു വളർത്തിയ കന്നുകാലികളെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടതിന് ഞെട്ടലിൽ നിന്നും മലയാളികളുടെ കരുതലിന്റെ കരം പിടിച്ച് ജീവിതം തിരിച്ചു പിടിച്ച മാതൃകാ ക്ഷീര കർഷക കുട്ടി ജോർജ് ബെന്നി വരുന്നു 1 കോടിയുടെ വേദിയിലേക്ക്.
നമസ്കാരം കുട്ടേട്ടാ. നമസ്കാരം ജോർജ് ബെന്നി. ഹായ് ജോർജ് ബെന്നി. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ യഥാർത്ഥത്തിൽ ജോർജിനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ചു, TV ചാനലിൽ കണ്ടു ജോർജിന്റെ വിഷമമൊക്കെ. ഇപ്പൊ എത്ര മാസത്തിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്? മാസങ്ങളായില്ല, കഴിഞ്ഞ ഡിസംബർ 31 തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. പുതുവർഷത്തിന്റെ തലേന്നല്ലേ? അതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏത് സമയത്താ, രാത്രിയിലോ പകലോ? രാത്രി 9:30-ക്കാണ്, അല്ല 8 മണിക്കാണ് സംഭവം ഉണ്ടായത്. ആകെ ജോർജിന് എത്ര പശുക്കളുണ്ട്? 8 പശുക്കളും ബാക്കി കിടാക്കളും ഉൾപ്പെടെ 22 എണ്ണം ഉണ്ടായിരുന്നു. 22 എണ്ണം. ഈ ചെറിയ പ്രായത്തിലെ ഇത്രയധികം കന്നുകാലികളെ കൊണ്ടുകിടക്കാൻ കാരണം എന്താണ്? മെയിൻ ആയിട്ട് അനിയനായിരുന്നു ഇതിന് പുറകെ നടന്നിരുന്നത്. ജോർജ്, ഈ മാത്യു എത്ര വയസ്സ് പ്രായമുള്ള ആളാ? അനിയൻ എന്ന് പറയുമ്പോ മാത്യു 15 വയസ്സുള്ള 15 വയസ്സുണ്ട് അല്ലേ? കർഷകനാണ്, ക്ഷീരകർഷകനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് എന്തോ ഒരു അവാർഡൊക്കെ കിട്ടി ഞാൻ പത്രത്തിൽ നിന്ന് വായിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയതാണ് അനിയൻ. എന്തിനുള്ള അവാർഡ്? കുട്ടി ക്ഷീരകർഷകന്. കുട്ടി ക്ഷീരകർഷകൻ. അപ്പൊ നമുക്ക് മാത്യുവിനെ വിളിച്ചാലോ? കൂടെ ആരെങ്കിലും ഉണ്ടോ? അമ്മയുടെ ചേച്ചിയുടെ മോനുണ്ട്, പേര് ആൽബിൻ എന്നാണ്. ചേട്ടായുടെ വൈഫുണ്ട്, പേര് ലവിത എന്നാണ്. ചേച്ചി ഉത്തരാഖണ്ഡിലാണ്. ചേച്ചി മലയാളിയല്ലേ? മലയാളിയല്ല. ഓക്കെ. അപ്പൊ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ? കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അത് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഹിന്ദി എൻ്റെ കയ്യിലുണ്ട്, നമ്മളത് പരീക്ഷിക്കും. ഓക്കെ. അപ്പോ ജോർജ്, നമുക്കൊരു പരിചയപ്പെടാൻ വിശദമായിട്ട്. ഹലോ, നമസ്കാരം കുട്ടി കർഷകൻ. ഹലോ. അപ്പോ എന്തായാലും മാത്യുവിനെ കണ്ടതിൽ വളരെ സന്തോഷം. എത്രാമത്തെ വയസ്സിലാ അവാർഡ് വാങ്ങിച്ചത്? 13-ാം വയസ്സ്. 13-ാമത്തെ വയസ്സ്. ഈ പരിപാടി എന്നാ തുടങ്ങിയത്? ചെറുപ്പം മുതലുള്ളതാ. വലിയ എരുത്തിലൊക്കെയാണോ നിങ്ങളുടെ വീട്ടില്, വെള്ളിയാമറ്റത്തുള്ള വീട്ടില്? ചെറിയ തൊഴുത്തായിരുന്നു. മോനെ ഓർമ്മ വരുമ്പോ എത്ര പശുക്കളുണ്ട് തൊഴുത്തില്? തൊഴുത്തില് 3 പശുക്കളും പിന്നെ സ്ഥലമില്ലാത്തോണ്ട് പറമ്പിൽ കൂടെ ഒക്കെ കെട്ടുന്നത്. നിങ്ങൾ എത്ര പേരാ? ഞങ്ങൾ ഈ ജോർജ്, മാത്യു, പിന്നെ റോസ്മേരി സഹോദരി, അനീതിയുണ്ട്. അനീതിയും പശുക്കളിൽ അഡിക്റ്റ് ആണോ? ആണോ? അപ്പോൾ ഈ സാധാരണ ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ താല്പര്യം കാണിച്ച ആൾക്കാർ നമ്മളെ മാറ്റും. പള്ളിക്കൂടത്തിൽ പോകാനുള്ളതാ, നിനക്ക് പഠിക്കാനുണ്ട്, നീ എന്തിനാ തൊഴുത്തി കയറുന്നത് എന്നൊക്കെ ചോദിക്കാറല്ലേ? അങ്ങനെ ആരും ചോദിച്ചില്ലേ? ചോദിക്കാറുണ്ടായിരുന്നു. എല്ലാവരും അതാ ചോദിക്കുന്നത്. ഈ അപ്പൻ ബെന്നി എങ്ങനായിരുന്നു? അപ്പൻ ക്ഷീരകർഷകനായിരുന്നു. അപ്പോൾ താങ്കൾ അമ്മയുടെ ചേച്ചിയുടെ മകൻ അല്ലേ? ആൽബിൻ എന്നാണ് പേര്. ഓക്കെ. അപ്പോ ആൽബിന്റെ ഭാര്യയാണിത്. ഉത്തരാഖണ്ഡ് ലവിതയാണ് അല്ലേ? ലവിത. ഹായ് ലവിത, കൈസാ ഹേ? मैं ठीक हूं सर, आप कैसे हैं? ബാക്കി പറഞ്ഞാൽ പ്രശ്നമാവും. ഇപ്പൊ ഈ ഉത്തരാഖണ്ഡുകാരി എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു മഥുര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഉത്തർപ്രദേശിലുള്ള മഥുരയില്. അപ്പൊ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. എത്രാം ദിവസം കണ്ടുമുട്ടി അവിടെ ചെന്നിട്ട്? ഫസ്റ്റ് ഡേ തന്നെ കണ്ടായിരുന്നു. പിന്നെ ഇത് ഈ പ്രണയം എപ്പോ പുഷ്പിച്ചു? പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പൊ ഞാനൊന്ന് ഞെട്ടിക്കട്ടോ, നമ്മുടെ കുട്ടേട്ടൻ വേണം ഈ കാര്യത്തിൽ നിന്ന് ഇടപെടും. കാര്യം എന്താ അറിയാമോ? കുട്ടേട്ടന് ഈ 7 മാസക്കാലത്തെ ഇടവേളക്കിടയിൽ ഒരു കാര്യം സംഭവിച്ചു. കുട്ടേട്ടാ, നമസ്കാരം. നമസ്കാരം. കുറെ കാലമായി കണ്ടിട്ട്. നമസ്കാരം കാലം എന്നല്ല ബോസ്, നമ്മൾ കണ്ടിട്ട് 252 ദിവസങ്ങൾ പിന്നിട്ടു. 252 ദിവസം നമ്മൾ കണ്ടിട്ടില്ല. അതെ. ഈ 252 ദിവസങ്ങൾ കുട്ടേട്ടൻ എന്ത് ചെയ്യുകയായിരുന്നു? ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് എന്ന് മാത്രം ബോസ് വിചാരിക്കരുത്. ഞാൻ ആ ഒരു ദിവസത്തിൽ ചെയ്തത് അസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജാഹനഹള്ളി, കാലിഫോർണിയയിൽ നിന്ന് ജ്യോതിഷത്തിൽ ഒരു ബിരുദം നേടിയിട്ടുണ്ട്. അസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജാഹനഹള്ളി, കാലിഫോർണിയ. യെസ്. കാലിഫോർണിയയിൽ പോയോ? കാലിഫോർണിയയിൽ പോയില്ല ബോസ്. അവിടെയുള്ള മലയാളീസ് ഇവിടെ വന്നാണ് എന്നെ അസ്ട്രോളജി പഠിച്ചത്. അപ്പൊ ഈ സ്ഥാപനം മലയാളിയുടെ ആണോ? തീർച്ചയായിട്ടും. അവർക്ക് ഇതൊക്കെ തോന്നുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഈ ആൽബിന്റെ ഈ കല്യാണത്തിൽ എന്തോ ഒരു ഏടാകൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഒന്ന് ഗണിച്ചു നോക്കിയേ. ആൽബിൻ കാനഡയിൽ പോകേണ്ട ആളായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആൽബിൻ കണ്ട ദിവസം തന്നെ ആ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. പിന്നീട് ഉടൻ തന്നെ വിവാഹത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഒരു നുണ പറഞ്ഞു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ലവ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലവ് തുടങ്ങി. ഓ, ഓക്കെ. അപ്പം ഞാൻ മാത്യുവിലേക്ക് പിന്നീട് വരാം. ഓക്കെ. അപ്പൊ ഡിസംബർ 31 ഒരു കാളരാത്രിയായി അല്ലേ? എന്തായിരുന്നു സംഭവം? എന്താ വെച്ചാല് അപ്പോഴെവിടെയായിരുന്നു ജോർജ്? ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങള് സ്ഥലത്തില്ലായിരുന്നു. ഞങ്ങൾ മറ്റേ പുല്ലെടുക്കാൻ പോയതാണ്. ഞങ്ങളുടെ പറമ്പിലായിട്ട് പുല്ല് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു? ഞാനും അനിയും അത് എടുക്കാൻ പോയതായിരുന്നു. അപ്പം എല്ലാ ദിവസം ചെയ്യുന്ന പോലെ അനിയത്തി തൊഴുത്തി വന്നു, അനിയത്തി അമ്മയും കൂടെ തൊഴുത്തി വന്നു. കന്നാലില്ല നോക്കി, പിന്നെ കപ്പത്തൊലി എടുത്തു. വാർക്കയിൽ ഇങ്ങനെ ഉണക്കുമായിരുന്നു കപ്പത്തൊലി. അപ്പം 3-4 ദിവസമൊക്കെ കൊണ്ടായി. കപ്പത്തൊലി സ്ഥിരമായി കൊടുക്കുന്നതാണോ? മുത്തശ്ശന്റെ കാലം മുതൽ കൊടുക്കാൻ തുടങ്ങിയതാ. അപ്പം മുത്തശ്ശന്റെ കാലം മുതൽ ഈ കപ്പത്തൊലി എവിടുന്ന് കിട്ടും? കപ്പത്തൊലി അത് ഡ്രയർ ഉണ്ടായിരുന്നു. ഡ്രയറിൽ നിന്ന് എടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മുത്തശ്ശന്റെ കാലത്തൊക്കെ അന്നേരം ഡ്രയർ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ കപ്പ വാട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കപ്പത്തൊലി കൊടുത്താരാ? അന്ന് അമ്മ അനീത്തിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അവരന്ന് സ്ഥിരമായിട്ട് അത് കൊടുത്തോണ്ടിരുന്നത്. എല്ലാ ദിവസവും അതുപോലെ കൊടുക്കുന്ന. അന്നേരം ഒന്നും ഈ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാനും അനിയനും മറ്റേ പുല്ല് എടുത്തോണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അനീത്തി. വളരെ ദൂരെ നിന്നാണോ അടുത്തുനിന്നാണോ? അല്ല, വീടിന്റെ
കുറച്ച് മുകളിലായിട്ട്. അപ്പൊ മുകളിൽ പാറയുണ്ട്. അപ്പൊ അവിടെ തീറ്റപ്പുൽ കൃഷി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് പുല്ലും വെട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന വഴിക്കായിരുന്നു അനീത്തി കിടന്ന് കരഞ്ഞത്. ചേട്ടായി പെട്ടെന്ന് ഓടി, ആ കന്നാലിക്ക് ഇങ്ങനെ ഇതുപോലെയാന്ന്. അപ്പൊ അപ്പൊ അമ്മയൊക്കെ ഓടി വന്നു. അപ്പൊ ഈ ചെന്നപ്പം ഈ കന്നുകാലികൾ എന്ത് ലക്ഷണങ്ങളാ കാണിക്കുന്ന? അപ്പൊ ആദ്യം ഒരു കന്നാലി പയ്യെ തെന്നാൻ തുടങ്ങി. അപ്പൊ അവളോർത്തത് ഇത് ചുമ്മാ തൊഴുത്തിൽ ചുമ്മാ നടന്ന് തെന്നുന്നായിരിക്കും ഓർത്തെ. പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാ കന്നാലിയും തെന്നാൻ തുടങ്ങി, വഴുതി വീഴാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാം പടപടയെന്ന് പറഞ്ഞ് തൊഴുത്തിലേക്ക് വീണു. പിന്നെ കിടന്ന് വയറ് വീർത്തു പെട്ടെന്ന് തന്നെ. അപ്പൊ ആ തൊഴുത്തിൽ അപ്പൊ എത്ര പശുക്കളുണ്ട്? അന്നേരം മൊത്തം 22 എണ്ണം ഉണ്ടായിരുന്നു. പശു എല്ലാം കൂടെ ചേർത്ത് അല്ലേ? എല്ലാത്തിനും 22 സാധനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്, ഈ കന്നുകാലികൾക്കുണ്ട്. അപ്പൊ എല്ലാം കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പം യഥാർത്ഥത്തിൽ ഇവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു കർഷകനാണല്ലോ താങ്കൾ. അപ്പൊ നമുക്ക് ജീവന തുല്യം ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത് കിടന്ന് പെടയുന്ന ഒരു അവസ്ഥയിലേക്കാണ് താങ്കൾ അങ്ങോട്ട് ചെന്ന് കയറുന്നത് അല്ലേ? തീർച്ചയായും. അപ്പൊ ജോർജിന് എന്താ തോന്നിയത്? അപ്പോ അപ്പോഴത്തേക്ക് നല്ല സങ്കടം തോന്നി. അപ്പോഴത്തേക്ക് തന്നെ മാത്യു എന്താ പറഞ്ഞു അത് കണ്ടപ്പോ? ഞാനത് കണ്ടിട്ട് പശുവിനെ എല്ലാത്തിനും അയച്ചുവിടാൻ പറഞ്ഞു. തൊഴുത്തിന്ന്. തൊഴുത്തില് റബ്ബർ മാറ്റി ഇടാത്തോണ്ട് തെന്നി പോകും. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോ വിഷമവും പേടിയൊക്കെ വന്നില്ലേ? എന്ത് ചെയ്യണം, ഇത്രയും കന്നാലിക്ക് വന്നോട്ട് നമുക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഈ കന്നുകാലികൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ ഈ കപ്പത്തൊലി കഴിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഇതിനു മുമ്പ് ഒരിക്കലും ഇത് കാണിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം പെട്ടെന്ന് കന്നാലിക്ക് വയറ് ഉയർത്തു. മറ്റേ പടച്ച് വീണ് കഴിഞ്ഞപ്പം വയറ് ഉയർത്തു. അപ്പം തന്നെ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസിന്റെ മരുന്നെല്ലാം കൊടുത്തു. ഡോക്ടർമാർ പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ വയറ് ഉയർത്തു വരുമ്പോൾ കൊടുക്കേണ്ട മരുന്ന്. അപ്പൊ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം വലിയ പശുക്കളാണോ ചെറിയ പശുക്കൾ എങ്ങനെയായിരുന്നു? വലിയ പശു ചെറിയ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കുഞ്ഞിക്കിടാക്കളുണ്ടായിരുന്നു. ഗർഭിണി പശുക്കളുണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാം ഗർഭിണികളായിരുന്നു. അപ്പം സങ്കടമായി. ഇപ്പം പശുക്കൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോ തന്നെ അയലോക്കംകാരെ വിളിച്ചു. അപ്പം എപ്പോഴും വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആദ്യം ആ ചേട്ടനെയാണ് വിളിച്ചത്. അപ്പൊ അവർക്കും കന്നാലി ഉള്ളതാണ്. അപ്പൊ അവരൊന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോ അവിടെയുള്ള വെള്ളിയാമരത്തുള്ള എല്ലാവരെയും വിളിച്ചു. അവരെല്ലാം ഓടി വന്ന്. പിന്നെ അന്ന് ന്യൂ ഇയറിന്റെ രാത്രി ആയതുകൊണ്ട് ഡോക്ടർമാരെല്ലാം ബിസി ആയിരുന്നു. അപ്പം കുറെ ഡോക്ടർമാർ വിളിച്ചു, അവരെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പൊ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കൊക്കെ ഏതെങ്കിലും പശു ചത്തായിരുന്നോ? പയ്യൻ ഓരോന്നായിട്ട് ചാവാൻ തുടങ്ങിയായിരുന്നു. ഈ ചാവാൻ തുടങ്ങിയപ്പോ എനിക്കൊന്ന് ഈ പശുക്കളെ ആദ്യം ജോർജിനേക്കാളും ആദ്യം സ്നേഹിച്ചത് ഈ മാത്യു ആണല്ലോ. മാത്യുവിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പൊ തന്നെ മാത്യുവിന്റെ നിലയാകെ മാറി. പുള്ളിക്കാരന് ഭയങ്കര കലിയും ദേഷ്യവും ഒക്കെ ആയി. പെട്ടെന്ന് കരച്ചിലൊക്കെ വന്ന് കൈ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ കൂടാൻ തുടങ്ങി. എന്താ മാത്യു അങ്ങനെ കയ്യില് എന്താ പറ്റിയതപ്പോ? വിറച്ചു പോയോ? അത് കണ്ട് ഷോക്കായതാ. ഷോക്കായിട്ട് തറ വീണോ? കറങ്ങി വീണില്ല, അത് കാണുമ്പോ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇരുന്നു. അപ്പൊ തന്നെ ആൾക്കാരെല്ലാം ഓടി വന്ന് പെട്ടെന്ന് തന്നെ അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടാൻ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പായിട്ട് അവൻ മറ്റേ മന്ത്രിനെ പിയെ വിളിച്ചായിരുന്നു. അപ്പൊ അനിയൻ മാത്യു വിളിച്ചു, മറ്റേ ചിഞ്ചുറാണി മിനിസ്റ്ററിന്റെ പിയെ. അപ്പൊ പണ്ട് അനിയൻ മറ്റേ മന്ത്രിയുടെ പിയുടെ നമ്പർ എങ്ങനെ കയ്യിലുണ്ടായിരുന്നു? അത് നേരത്തെ അനിയൻ മറ്റേ ഫേമസ് ഒക്കെ ആയിരുന്നല്ലോ, പത്രത്തിലും ന്യൂസിലെല്ലാം വന്നായിരുന്നു. അപ്പം അനിയനോട് പറഞ്ഞായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും പിയെ വിളിച്ചോണം, ഏത് സമയം നോക്കണ്ട, എപ്പോൾ വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് അനിയൻ അന്നേരം തന്നെ വിളിച്ചു. രാത്രിയായിരുന്നു. അപ്പൊ തന്നെ പിയെ എടുത്തു. അപ്പൊ തന്നെ അവർ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പല സ്ഥലത്തു നിന്നുള്ള ഡോക്ടർമാർ 11 മണിയായപ്പോ എത്തി. അപ്പൊ അന്നേരം അവരെല്ലാവരും കൂടെ രാത്രി 11 മണിക്ക്. അപ്പൊ കുറെ സമയമായില്ലേ? ഇത് എത്ര മണിക്കാ കൃത്യം ഇത് സംഭവിക്കുന്നത്? ആദ്യത്തെ പശു ചാവുമ്പോ സമയം എത്രയാ? കൃത്യമായിട്ട് നമ്മൾ ഓർക്കുന്നില്ല. എന്നാലും ഏകദേശം ഒരു 9 മണിയായപ്പം. അപ്പോഴത്തേന് ഈ തൊഴുത്തിൽ നിന്ന എല്ലാ കന്നുകാലിയും തറ വീണ് കഴിഞ്ഞോ? ഒട്ടുമിക്ക എല്ലാം തറ വീണു. അതിനു മുമ്പായിട്ട് അഴിച്ചു വിട്ടു. ഈ കൂടിയ നാട്ടുകാർ എന്താ പറഞ്ഞത്? എന്താണെന്നാ പറഞ്ഞത്? അവരന്നേരം അതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. പെട്ടെന്ന് തന്നെ കന്നാലി രക്ഷിക്കാനുള്ള ഇത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കന്നാലി വീഴാൻ തുടങ്ങിയപ്പോ തന്നെ കയറിൽ അഴിച്ചു വിട്ടു. ഓരോ റോട്ടിൽ പോയി. പിന്നെ ഒരു മുഴുത്ത ഒരു മൂരി ഉണ്ടായിരുന്നു. അവൻ ഇതെല്ലാം കണ്ട് പേടിച്ച് അവൻ അയലോക്കത്തെ പറമ്പിലേക്ക് അങ്ങ് ഓടി അങ്ങ് പോയി. പിന്നെ 2 പശുക്കളാണെങ്കിൽ കുട്ടികളുണ്ടായിരുന്നു അല്ലേ? 2 പശുക്കളാണെങ്കിൽ വിത്തത്ത് വീണ് കടന്നു. പിന്നെ ഒരെണ്ണം അടുത്ത് വലിയൊരു തോടുണ്ട്, നല്ല ആഴമുള്ളൊരു തോട്. ആ തോട്ടിലേക്ക് ഒരു കിടാവ് വീണ് കൊമ്പെല്ലാം ഒടിഞ്ഞ് ഒരു പരിപാടി. മാത്യു വേദനിച്ച് നൊമ്പരപ്പെട്ട് കൈ വിറച്ച് കാല് വിറച്ച് ആശുപത്രിയിലായി. ജോർജിന്റെ അവസ്ഥ എന്തായിരുന്നു? അന്നേരത്തേക്ക് എന്റെ കൺട്രോളും എല്ലാം പോയായിരുന്നു. അപ്പൊ നമ്മൾ ഓമനിച്ച് വളർത്ത് കന്നാലിയല്ലേ. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ ആയിട്ടായിരുന്നു അവരെ കരുതിക്കൊണ്ടിരുന്നത്. പിന്നെ അതുങ്ങളും നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓരോന്നായി ചാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും കൺട്രോൾ പോയി ഞങ്ങളുടെ അമ്മ. നമ്മൾ ഈ ഡോക്ടർമാർ വന്നപ്പോ എന്താ അവസ്ഥ? ഡോക്ടർമാർ വന്നപ്പോഴത്തേക്കും കുറെ എണ്ണം ചത്തു. അപ്പോഴത്തേക്കും ജീവനുള്ള എല്ലാത്തിനും അവർ പെട്ടെന്ന് മരുന്ന് ഇഞ്ചക്ഷൻ എല്ലാം എടുക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് 9 എണ്ണത്തെ നമ്മൾ രക്ഷിച്ചു. എത്ര എണ്ണം ചത്തു? അതിൽ മൊത്തം 13 ചത്തു. അപ്പൊ അതിൽ എത്ര പശുക്കളുണ്ടായിരുന്നു? മൊത്തം 8 പശുക്കളുണ്ടായിരുന്നു. അതിൽ 7 എണ്ണം പോയി. അപ്പൊ നമ്മുടെ കർഷകരായ പ്രേക്ഷകർ മുഴുവൻ അന്ന് നൊമ്പരപ്പെട്ടത് ഓർമ്മയുണ്ടാകും. നിങ്ങളെ അത് ആ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ആ ദൃശ്യം ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. പ്ലീസ് പ്ലേ.
അപ്പോൾ 24-ലെ റിപ്പോർട്ടേഴ്സ് അവിടെ വന്നിരുന്നു. അപ്പോൾ അവരെടുത്ത ദൃശ്യങ്ങളാണ്, അവരുടെ ക്യാമറമാൻ്റെ ദൃശ്യങ്ങളാണ് താങ്കളിപ്പോൾ കണ്ടത്. അപ്പോൾ ജയറാമൊക്കെ വന്നിരുന്നു അല്ലേ? എനിക്കറിയാം നിങ്ങൾ ഓരോ പശുവിനും പേരിട്ടിരുന്നു, അതോ എല്ലാ കന്നുകാലിക്കും പേരിട്ടിട്ടുണ്ടോ? മാത്യു ആണ് പേരിട്ടിരുന്നത്. ആ മാത്യു, പേരെന്ന് പറഞ്ഞാൽ സിനിമാടന്മാരുടെ പേരായിരുന്നോ? അല്ല, സാധാരണ പേര്. എന്തൊക്കെയായിരുന്നു പേര്? അത് ഞങ്ങക്ക് 8 മാസം മുന്നേ ഒരു ഇരട്ടക്കിടാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് മിന്നു പൊന്നു. മിന്നു പൊന്നു ട്വിൻസ് ആണ് അവര് അല്ലേ? അത് മിന്നു പൊന്നു. പിന്നെ ഒരു മൂരിക്കിട അതിന്റെ ഒപ്പം ഒരു കുഞ്ഞു മൂരി ഉണ്ടായിരുന്നു, അതിനെ കണ്ണാപ്പിന്ന് ഇട്ടു. കണ്ണാപ്പി. ഇപ്പൊ ദൃശ്യങ്ങളിൽ കണ്ട ഒരു ചുമന്ന ഒരു മൂരിയില്ലേ? ചുമന്ന മൂരി. അത് വർക്കി. വർക്കി. എന്റെ പേര് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഒരെണ്ണം ഇട്ടൂടായിരുന്നു. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, വേറെ ഏത് പേരായിട്ടത്? പിന്നെ അവന്റെ തൊട്ട് താഴത്തുള്ള മൂരിക്ക് തൊമ്മൻ ഇട്ടു. പിന്നെ അതിന്റെ താഴെ ഔസേബ്, പിന്നെ അവറാൻ. പിന്നെ അവറാനും ഉണ്ടായിരുന്നു. അത് നന്നായി. പിന്നെ പിന്നെ എല്ലാ ഈ പേരൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ഈ 23 എണ്ണം ഉണ്ടായിരുന്നല്ലോ തൊഴുത്തില്. ഈ 23 എണ്ണത്തിന് ഈ പേര് വിളിക്കാതെ തന്നെ ഇതാണ് അവറാൻ, ഇതാണ് വർക്കി എന്ന് മനസ്സിലാവുമായിരുന്നു. മനസ്സിലാവുമായിരുന്നു. ആർക്ക്? മാത്യുവിന് മനസ്സിലാവും. ജോർജിനോ? എല്ലാവർക്കും മനസ്സിലാവും. അല്ല, വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. അല്ല, പേര് വിളിച്ചാൽ മനസ്സിലാവുമായിരുന്നു? അവർക്ക് അങ്ങനെ മനസ്സിലാവില്ല. പിന്നെ മനസ്സിലാവുന്ന ഒരുത്തിയാണ് മറിയാമ്മന്ന് പറയും. മറിയാമ്മന്ന് വിളിച്ചാൽ മറിയാമ്മ തല വിളിക്കുവോ? അങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോ ഒന്ന് കാറും. കാറും അതാണോ? ഓക്കെ ഓക്കെ, ആള് വിടുക്കനാ. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സ്വന്തം വീട്ടിൽ ജനിച്ച ആൾക്കാരെ പോലെ തന്നെയായിരുന്നു നിങ്ങൾ ഈ വർക്കിയും അവറാനെയും മിന്നുവിനെയും പൊന്നുവിനെയും ഒക്കെ ഡീൽ ചെയ്യുന്നല്ലേ? തീർച്ചയായും. അച്ഛൻ 3 കൊല്ലം കൊണ്ട് മുമ്പ് മരിച്ചു പോയി. അപ്പച്ചൻ എങ്ങനെ മരിച്ചത്? അപ്പച്ചൻ സ്ട്രോക്ക് ആയിരുന്നു. ബെന്നി അപ്പച്ചൻ സ്ട്രോക്ക് വന്നു. ക്ഷീരകർഷകനായിരുന്നു. പശുക്കളുണ്ടായിരുന്നു, റബ്ബറും വെട്ടുന്നുണ്ടായിരുന്നു, പിന്നെ തേനീച്ച കൃഷി ഉണ്ടായിരുന്നു, പിന്നെ കപ്പ കൃഷി ഉണ്ടായിരുന്നു, വാഴക്കൃഷി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ 3 മക്കള്, 3 മക്കളും കൃഷിയിലും പശു കറവയിലും ഒക്കെ താല്പര്യമുള്ളവരാ. ഈ കറവയൊക്കെ അറിയാമോ? കറവയൊക്കെ അറിയായിരുന്നു. ഞാൻ ഉണ്ടായപ്പോ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു, 1.5 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മ എന്നെ അധികം പണിയിലൊന്നും കൂട്ടില്ലായിരുന്നു. ഞാൻ ട്വിൻസ് ആയിരുന്നു. അയാൾ ഉണ്ടായപ്പോ തന്നെ മരിച്ചുപോയി. ഒരു പെണ്ണായിരുന്നു, പേര് മറിയം എന്ന് ഇട്ടെ. അപ്പൊ അവൾ ഉണ്ടായപ്പോ തന്നെ ഓക്സിജൻ കിട്ടാതെ അവള് മരിച്ചു. നമ്മൾ ഈ മരണ ദിവസത്തിലേക്ക് വരിക. അന്നിപ്പം ഡോക്ടേഴ്സ് വന്നിട്ട് കുറച്ചെണ്ണത്തിനെ രക്ഷപ്പെടുത്തി അല്ലേ? 13 കന്നുകാലികൾ, 7 പശുക്കൾ ഉൾപ്പെടെ 13 കന്നുകാലികളും മരിച്ചു, കത്തു അല്ലേ? അപ്പോ ആളുകളൊക്കെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നല്ലോ. മന്ത്രി അവിടെ എത്തിയല്ലേ? മന്ത്രി ജയ ചിഞ്ചുറാണി. അന്ന് തന്നെ അനിയനെ വിളിച്ചായിരുന്നു ആശുപത്രിയിലേക്ക്. അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു, അനിയനും അമ്മയും. അപ്പൊ അനിയന് പെട്ടെന്ന് ഇതായപ്പോ തന്നെ അമ്മ പെട്ടെന്ന് ബോധം പോയില്ല. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ ഇച്ചിരി ദേഷ്യമായിരുന്നു. പുള്ളിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. ഇനി കന്നാലി നീ കാണിക്കണില്ലെന്ന് പറഞ്ഞു, മരിക്കുന്ന ഒന്നും. അപ്പൊ തന്നെ അവൻ ആശുപത്രിയിലേക്ക് ഉണ്ടായി. അത് കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ഷോക്കായി. അപ്പൊ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലായോ? അമ്മ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇപ്പം ഒന്നാതെ പിന്നെ പശുവിന്റെ ഈ ചാവുന്നതെല്ലാം കണ്ടു അമ്മ പെട്ടെന്ന് ഷോക്കായിരുന്നു. പിന്നെ അനിയനും കൂടെ എന്നാ പറ്റിയെന്ന് അമ്മ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കരഞ്ഞുകൊണ്ട്. അപ്പൊ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു അമ്മേനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. കൂടെ അനീത്തിനെയും കൊണ്ടുപോയി. അനീത്തിക്ക് കുഴപ്പമില്ലായിരുന്നു, അമ്മയ്ക്ക് കൂട്ടിന് കൊണ്ടുപോയായിരുന്നു. അപ്പൊ ആ വീട്ടില് ജോർജ് മാത്രം ആയി അല്ലേ? തനിച്ചായി. പിന്നെ മറ്റു നാട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു ബന്ധുക്കളും ഉണ്ടായിരുന്നു. ബന്ധുക്കളും ഉണ്ട്. അപ്പൊ എന്നെ അവിടെ ഇരുത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് ആരെങ്കിലും വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാനായിരുന്നു നിന്നത്. അപ്പൊ പിറ്റേ ദിവസം മറ്റേ പശുവിനെ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്യാൻ നേരത്തെ പശുവിനെ JCB തൂക്കിക്കൊണ്ട് പോകാൻ നേരത്തൊക്കെ എന്നെ മുറിക്കകത്തിട്ടേക്കുമായിരുന്നു. അത് വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു 2 കുഴി എടുത്ത് അതിനകത്തേക്ക് പശുവിനെ ഇറക്കി പിന്നെ അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. JCBയിൽ ഇതിന്റെ ഡെഡ് ബോഡി ശവശരീരമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, മൃതദേഹമൊക്കെ കൊണ്ടുപോകുന്നത് കണ്ട ആളാണല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും അത് ഓർമ്മിക്കാറുണ്ടോ? 2-3 ദിവസത്തേക്ക് അതായിരുന്നു ഉറങ്ങുമ്പോൾ. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത ഇതെല്ലാം ആയിരുന്നു. പശുവിനെ തൂക്കിയെടുക്കുന്നതും പശുവിടെ തൊഴുത്തി കിടന്ന് പിടയ്ക്കുന്നത്, കൈയിട്ടടിക്കുന്നതും പിന്നെ എല്ലാം തൊഴുത്തിലേക്ക് വീഴുന്നതൊക്കെ ആയിരുന്നു എപ്പോഴും ഉറങ്ങിയാലും മനസ്സിൽ വന്നത്. ഇപ്പോഴാണെങ്കിലും ആ തൊഴുത്തിക്കൂടെ എല്ലാം പോകുമ്പം കന്നാലി ഫുൾ സൈലന്റ്. എന്നാലും പഴയ കന്നാലിന്റെ ഓർമ്മ എപ്പോൾ തൊഴുത്തിലേക്ക് നോക്കിയാലും ആ കുഴിച്ചിട്ടെടുത്ത് നോക്കിയാലും കന്നാലി ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജോർജ് ആ ഇടയ്ക്കൊന്നും ആഹാരമൊന്നും കഴിക്കില്ലായിരുന്നു, പട്ടിണിയായിരുന്നു എന്നൊക്കെ TV ചാനലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്ന് 2-3 ദിവസത്തേക്ക് അങ്ങനെ നന്നായിട്ട് ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു. കട്ടൻ ചായയിലായിരുന്നു പിടിച്ചിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകര്, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു സ്റ്റോറി പോലെ, ഒരു കഥ പോലെയൊക്കെ ആയിരിക്കും തോന്നുക. പക്ഷേ ഇതൊരു പൊള്ളുന്ന അനുഭവമാണ് ഒരു കുട്ടി കർഷകന്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പശുക്കളെയൊക്കെ വളർത്തി പരിചയമുള്ളവർക്ക് ആ വേദന ശരിക്കും മനസ്സിലാകും. എന്നാൽ ദൂരെ നിന്ന് പശുക്കളെ കാണുകയും മിൽമ പാല് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പെട്ടെന്ന് ഇത് പിടികിട്ടത്തില്ല. ഇത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലെ ഒരാൾ അകാലത്തിൽ മരിച്ചു പോകുന്ന അതേ അവസ്ഥ തന്നെയാണ്
ഈ നമുക്ക് ഇഷ്ടപ്പെട്ട പശു ചത്തൊടുങ്ങുമ്പോഴും അല്ലേ? നമ്മൾ അത്രയും നന്നായിട്ട് സ്നേഹിച്ച കന്നാലികളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരംഗം പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്തായാലും മന്ത്രി ചിഞ്ചുറാണി ഇടപെട്ടു, പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടു അല്ലെ, ഡോക്ടേഴ്സ് വന്നു അല്ലെ, ഇടുക്കിയിലെ മൃഗസംരക്ഷണ വകുപ്പൊക്കെ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടു. അതുകൊണ്ട് കുറച്ച് പേരുടെ ജീവൻ, കുറച്ച് മൃഗങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെ, അത്രയും ആശ്വാസം. പിന്നെ എങ്ങനെയാ പിന്നെ പശുക്കളെയൊക്കെ വാങ്ങിച്ചോ? എങ്ങനെയാ? നമ്മൾ മേടിക്കാൻ തീരുമാനമില്ല, അപ്പൊ ആൾക്കാരെല്ലാവരും കൊണ്ടേ തരുന്നുണ്ട്. നമ്മൾ അതിനെ മേടിച്ച് നല്ല രീതിയിൽ നോക്കാനാണ് പ്ലാൻ. 7 പശുക്കൾ ഉൾപ്പെടെ 13 കന്നുകാലികളെയല്ലേ നമുക്ക് നഷ്ടമായത്. അതിനെല്ലാം കൂടെ എത്ര വില വരും? അതിന്റെ വില നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാര്യം താങ്കൾ അതിനോട് കാണിച്ചിട്ടുള്ള സ്നേഹവും നമ്മുടെ മാത്യുവിന്റെ സ്നേഹവും ഒക്കെ വെച്ചിട്ട് നമ്മൾ കണക്കൂട്ടുമ്പോൾ നമുക്ക് ഒരു മൂല്യമൊന്നും അതിന് കൽപ്പിക്കാൻ പറ്റില്ല. കാര്യം അതിനപ്പുറമുള്ള സ്നേഹത്തിന്റെ മൂല്യമല്ലേ അതിനുള്ളത്. തീർച്ചയായും. എന്നാലും അതിന്റെ വില നമ്മുടെ കറൻസി അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഏകദേശം 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ വരും. അപ്പൊ ഇവിടെ മത്സരിച്ച 1 കോടിയാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മത്സരം തുടങ്ങിയാലോ? തീർച്ചയായും. ഈ 8 ലക്ഷമൊക്കെ ഒരു പ്രശ്നമല്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ. ഇത് ഫ്ലവേഴ്സ് 1 കോടിയാണ്. ഇന്നിപ്പോൾ നമുക്ക് 2 രീതിയിൽ മത്സരമുണ്ട്. പ്രേക്ഷകരൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും ഇതിന്റെ നിയമാവലിയൊക്കെ. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 രീതിയിൽ മത്സരിക്കാം, ശ്രദ്ധിച്ചോണേ. അതായത് 10 ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് 1 കോടിയിലേക്ക് മത്സരിക്കാം. അതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പിടിവള്ളിയും കാണത്തില്ല, ഹെൽപ്പ് ലൈനൊന്നും കാണത്തില്ല, ഒരു സപ്പോർട്ടും കാണത്തില്ല. നേരിട്ട് 10 ചോദ്യം 10 ലക്ഷം രൂപ വെച്ച് 10 ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ 1 കോടി രൂപ പോക്കറ്റിൽ. അതേസമയം ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയാൽ അപ്പോൾ ഈ മത്സരത്തിന് ഔട്ടാവും, 1 പൈസയും ബാക്കി കാണത്തില്ല. പിന്മാറിയാൽ പക്ഷേ ആദ്യം കിട്ടിയ 10 ലക്ഷത്തിന്റെ പകുതി 50% 5 ലക്ഷം രൂപ കൈ കിട്ടും. എന്നാലും നമുക്ക് കുറച്ച് പശുക്കളെ വാങ്ങിക്കാൻ പറ്റും. വേറെ രീതിയിൽ മത്സരിക്കാം. 20 ചോദ്യങ്ങൾ വഴി നമുക്ക് 1 കോടിയിലെത്താം. അതായത് ഘട്ടം ഘട്ടമായിട്ട്. അതിന് 6 ലെവലുണ്ട്. 6ാമത്തെ ലെവലിലെ മത്സരം നടക്കുന്നത് 1 കോടിയുടെ മുകളിലാണ്. മുകളിൽ നടക്കുന്ന മത്സരത്തിലൂടെ 1 കോടി രൂപ കിട്ടും. ഇതൊന്നും കേട്ട് കൺഫ്യൂസ് ആക്കണ്ട. ഇപ്പോൾ ഒറ്റ കാര്യം മനസ്സിൽ ഓർമ്മിക്കുക. ഒന്നുകിൽ 1 കോടിയിലേക്ക് പ്രത്യക്ഷമായി ഡയറക്റ്റായിട്ട് മത്സരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് 20 ചോദ്യങ്ങളിലൂടെ 1 കോടിയിലേക്ക് മത്സരിക്കാം. 20 ചോദ്യം വഴി ഘട്ടം ഘട്ടമായിട്ട് പോയാൽ. ഓക്കെ, 20 ചോദ്യങ്ങളായ പിന്നെ ഒരു ഗുണമുണ്ട്. അതായത് കുട്ടേട്ടന്റെ പിടിവള്ളി, ഇത് കുട്ടേട്ടനെ പരിചയപ്പെട്ടല്ലോ. അപ്പൊ കുട്ടേട്ടന്റെ 2 പിടിവള്ളി 2 തവണ സപ്പോർട്ട് ചെയ്യും. 2 പിടിവള്ളി. കുട്ടേട്ടാ ഒന്ന് ഊർജ്ജത്തോടെ നിന്നോളൂ. തീർച്ചയായും. ഓക്കെ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ ജ്യോത്സ്യ പ്രവചനം അനുസരിച്ച് ജോർജ് രക്ഷപ്പെടുവോ? ജോർജ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രക്ഷപ്പെടാൻ എല്ലാ സാധ്യതയും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മത്സരത്തിൽ താങ്കൾ നന്നായി മത്സരിക്കൂ. താങ്കളെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. താങ്ക് യു കുട്ടേട്ടാ. ഓക്കെ, അപ്പൊ 1 കോടി രൂപ കിട്ടാനുള്ള സാധ്യതയും ചെറുതായിട്ട് കുട്ടേട്ടൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് ഞാൻ ചെക്കായിരുന്നു കൊടുക്കുന്നത്, അവസാനം ചെക്ക് എഴുതി കൊടുക്കായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. വേണ്ടേ, നോട്ടുകൾ ഓരോ തവണ പൈസ കിട്ടുമ്പോഴും ആ നോട്ട് കെട്ടുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നോട്ട് തരും. അപ്പോൾ അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വെള്ളിയാമറ്റത്തെ ജോർജിന് സ്വാഗതം. നമ്മൾ മത്സരം ആരംഭിക്കുന്നു. അപ്പോൾ തുടങ്ങാമല്ലോ. ബാക്കി നിയമങ്ങളൊക്കെ നമ്മൾ വഴി പറയാം, വലിയ നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ മാത്യു റെഡിയല്ലേ? അപ്പോൾ തുടങ്ങാം. മോണിറ്റർ കേറി വാ. ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ജോർജ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജോർജിന് വളരെ ഇഷ്ടമുള്ള പള്ളിയിലൊക്കെ പോകുന്ന ആളാണോ? വിശ്വാസിയാണോ? വിശ്വാസിയാണ്. ഓക്കെ, ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഇനി പറയുന്നതിൽ മാർപ്പാപ്പ ഏത് നഗരത്തിന്റെ ബിഷപ്പ് കൂടിയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആംസ്റ്റർഡാം, ഓപ്ഷൻ ബി ബെർലിൻ, ഓപ്ഷൻ സി പാരീസ്, ഓപ്ഷൻ ഡി റോം. മാർപ്പാപ്പ കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്. ആംസ്റ്റർഡാം, ബെർലിൻ, പാരീസ്, റോം. ഞാനിത് ലോക്ക് ചെയ്യട്ടോ? പുട്ടോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ കൈക്കിട്ടിരിക്കുന്നു. അപ്പൊ ഈ 1ാം ഘട്ട മത്സരത്തിൽ എല്ലാ തുകയും കൂടെ ഒന്നിച്ച് ഞാൻ നോട്ട് കെട്ടായിട്ട് തരും. അപ്പൊ റെഡി ആയിരുന്നുള്ളൂ. അപ്പൊ നല്ല യാത്രയാണ്. യാത്രയുടെ തുടക്കം കൊള്ളാം കേട്ടോ. എവിടെ വരെ പഠിച്ചു? +2 കഴിഞ്ഞ് IELTS പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വേണ്ടി ഓഫർ ലെറ്റർ എല്ലാം വന്നു. എവിടേക്ക് പോകാനായിട്ട്? കാനഡയിൽ എന്ത് ജോലി കിട്ടി പോവാണോ അതോ പഠിക്കാൻ? എന്ത് പഠിക്കാൻ? ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റേ കുട്ടികളെ നോക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം 3 വയസ്സ് മുതൽ 9 വയസ്സ് വരെ പിള്ളേരെ അവർ മറ്റേ കിൻഡർ ഗാർഡനിലാണ്. അപ്പൊ അവരെ പോയി നോക്കി അവരുടെ സ്കില്ല് മനസ്സിലാക്കി
അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആദ്യം മറ്റേ കാലിത്തീറ്റ കൊടുത്ത് അന്നേക്ക് ചെറിയ പ്രശ്നമൊക്കെ വന്നായിരുന്നു. അപ്പൊ അന്നേരം പാല് മൊത്തം കുറഞ്ഞ് പശുക്കളുടെ അസുഖമായിരുന്നു അത്. അതിൽ കാലിത്തീറ്റ കൊടുത്ത് മറ്റേ യൂറിയയുടെ അളവ് കൂടി പോയതാന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രശ്നം ഉണ്ടായി. സാധാരണ നമ്മൾ മറ്റേ 60 ലിറ്റർ സൊസൈറ്റിയിലും 10 ലിറ്റർ വീടുകളായിട്ട് കൊടുത്തോണ്ടിരുന്നായിരുന്നു. ഈ പ്രശ്നം 70 ലിറ്റർ പാലുണ്ടായിരുന്നു. 70 ലിറ്റർ പാലുണ്ട്. എത്ര പശുക്കളിലായിട്ട്? 8 പശുക്കളിലായിട്ട്. അതിൽ ചെന ഉള്ളതുങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ പാലിന് അതിന്റേതായ കുറവ് കാണും. ഈ പ്രശ്നം വന്നേ പിന്നെ പാല് പെട്ടെന്ന് ഡൗൺ ആയി, പെട്ടെന്ന് 25ലേക്ക് വന്നു. 25 ലിറ്റർ പാല് 70 ലിറ്റർ 25 ലിറ്ററായി കുറഞ്ഞു. അപ്പൊ തന്നെ അമ്മയുടെ ചേച്ചിയും ആന്റിമാർ അവരെല്ലാം പറഞ്ഞു എത്രയും പുറത്തേക്ക് എത്രയും പെട്ടെന്ന് ഒക്കോളാൻ പറഞ്ഞു. കാരണം പഠിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു. ഇത് നോക്കി ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പച്ചൻ എന്തായിരുന്നു പറഞ്ഞേ? അന്നേരത്തേക്ക് അച്ഛൻ മരിച്ചുപോയി. അല്ല, അപ്പച്ചന്റെ പൊതുവെയുള്ള ഒരു നിലപാട് എങ്ങനെയായിരുന്നു? പഠിക്കണമെന്നായിരുന്നു. തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനോട് അപ്പച്ചന് വലിയ താല്പര്യമില്ലായിരുന്നു. അനിയൻ പക്ഷേ താങ്കളെക്കാളും മുന്നേ ഈ തൊഴുത്തിൽ തന്നെ ആയിരുന്നല്ലോ ജീവിതം. പഠിക്കാൻ പോയായിരുന്നോ? എന്നിട്ട് ഏത് ക്ലാസ് വരെ പഠിച്ചു? 10ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും മറ്റേ ഇത് കന്നുകാലി പരിപാടിയൊക്കെ തന്നെയാണ് താല്പര്യം. തൊഴുത്താണ്. അപ്പൊ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തൊഴുത്തിൽ തന്നെ ആയിരിക്കുമോ? രാവിലെ പശുവിന്റെ പണി കഴിഞ്ഞിട്ടേ പോകുന്നത്. അപ്പൊ എന്തൊക്കെ ചെയ്യും ജോലികള് തൊഴുത്തില്? രാവിലെ ഇപ്പൊ കറക്കാനില്ലായിരുന്നു, നേരത്തെ കറവുണ്ടായിരുന്നു. കറവുകാരനായിരുന്നോ? കറക്കുവോ? ഏത് ക്ലാസ് മുതൽ പശുവിനെ കറക്കുമായിരുന്നു? അത് 3ാം ക്ലാസ് മുതലൊക്കെ കറക്കുന്നയാ. അന്നേരം ആദ്യമേ അകിടൊക്കെ കഴുകി അപ്പയ്ക്ക് സഹായം ചെയ്ത് കൊടുക്കും. പിന്നെ ശകലിച്ച് കറന്നൊക്കെ നോക്കും. പിന്നെ ഓരോന്നിനെയൊക്കെ കറന്ന് 3 മേലെ കറക്കും. 4 പശുക്കളെ കറക്കുമായിരുന്നു ഈ 8ാം വയസ്സിലല്ലേ? ഈ പശുവിന്റെ തൊഴി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. തൊഴിച്ച് താഴെ ഇട്ടിട്ടുണ്ടോ? തൊഴിച്ച് താഴെ ഇട്ടില്ല, കൈക്കെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആണ്. പേടിയുണ്ടോ? പശുക്കളെ പേടിയില്ല. അപ്പൊ ഈ അനിയനാണോ ചേട്ടനെ പശുക്കറ ഓടിപ്പിച്ചത്? അന്നോ അനിയനാണോ പഠിച്ചത്? ജോർജ് 10ാം ക്ലാസ് വെച്ച് ഇത് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് 20,000 രൂപയുടെ ചോദ്യമാണ്. പിന്നെ ഫ്ലോറിൽ കയറിയപ്പോൾ ഒരു സന്തോഷ വാർത്ത കിട്ടി. എന്താണ് അത്? പഞ്ചായത്ത് പ്രസിഡന്റ് മുഖേന അടുത്ത ദിവസം പ്രധാനമന്ത്രി വിളിക്കുമെന്ന്. ഈ ഫ്ലോറിലോട്ട് കയറിയപ്പോഴോ? അടുത്ത ദിവസം മന്ത്രി ശ്രദ്ധപ്പെടുത്തും. പിന്നെ അടുത്ത ദിവസം തന്നെ മന്ത്രിനെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കും, പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി ഫോൺ ചെയ്യും എന്നുള്ള. അപ്പൊ ഹിന്ദി അറിയാമോ? ഇല്ല, ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ ചില വാക്കുകളൊക്കെ മലയാളം അറിയാം. അദ്ദേഹം ഇപ്പൊ നിരന്തരം വരുമല്ലേ കേരളത്തിലേക്ക്. അപ്പൊ മാത്രമല്ല ഹിന്ദി അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഉത്തരാഖണ്ഡുകാരി ക്യാൻ യു സപ്പോർട്ട്? ഷുവർ. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ നല്ല കാര്യം, നല്ല വാർത്ത കേട്ടോ. ചിലപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും 24-ൽ. ജോർജ്, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാ. 20,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, റെഡി. അപ്പൊ ഇതാ മോണിറ്റർ കേറി വാ. ചോദ്യം ഇതാണ്. താങ്കളെ ഞാനിപ്പോ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, പ്ലേ. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുറുവില. ഇതാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്ലിപ്പിച്ചാൻ നിക്കോളസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുറുവില, ഇപ്പം ഞാൻ. ഒരു ശരിയ ആക്സിഡൻറ്റ്. എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതെൻ്റെ മേലിൽ ഒരു പ്രശ്നം വേണ്ട. ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചോദ്യത്തിലേക്ക്. ഏത് നടൻ മലയാളത്തിൽ സംസാരിക്കുന്ന ശബ്ദശകലമാണ് ഇപ്പോൾ താങ്കൾ കേട്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കമൽഹാസൻ, ഓപ്ഷൻ ബി രജനികാന്ത്, ഓപ്ഷൻ സി വിജയ്, ഓപ്ഷൻ ഡി വിക്രം. ഓപ്ഷൻ സി വിജയ്. ഉറപ്പാണോ? ഉറപ്പാണ്. പൈസ കൊണ്ട് കളയരുത്. ഇല്ല. 20,000 രൂപയാ. അപ്പൊ ഞാൻ ലോക്ക് കേട്ടോ, പൂട്ടോ? പൂട്ടാ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ജോർജാണ് സത്യം. താങ്കൾ പറഞ്ഞ മാത്യു ആണ് സത്യം, ജോർജ് ആണ് സത്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപ. വിജയുടെ ശബ്ദമാണ് കേട്ടത്. 20,000 രൂപ അപ്പൊ പോക്കറ്റ് കിട്ടി. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചപ്പോ വീട്ടിന്റെ അവസ്ഥ? പാല് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മുടെ അന്നത്തെ ചെലവ് കഴിയും. പിന്നെ റബ്ബർ കിട്ടുന്ന കാശും കൊണ്ട് നമ്മൾ മിച്ചം വയ്ക്കും. റബ്ബർ പാല് കൊടുത്ത് ആ പൈസ നമ്മൾ മിച്ചം വയ്ക്കും. ഇനി മുമ്പോട്ട് പോകാനുള്ളതുണ്ട്. അച്ഛൻ എങ്ങനെ മരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം ടോയ്ലറ്റിൽ പോയി, വയറുവേദനയായിട്ട്. പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് പിന്നെ പെട്ടെന്ന് അപ്പൊ തന്നെ അമ്മേനെ വിളിച്ചു അച്ഛൻ. പിന്നെ ഇതുപോലെ വയറിന് വേദനയാണെന്നൊക്കെ, ചങ്കിന് വേദനയാണെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ വിളിച്ചു. അപ്പൊ അമ്മ അത്ര വലിയ സീരിയസ് ആയിട്ട് അങ്ങനെ എടുത്തില്ല. എന്നാലും എടുത്തു. അത്ര എത്രാമത്തെ വയസ്സിലാ അപ്പച്ചൻ മരിച്ചത്? അപ്പച്ചൻ 50 വയസ്സായപ്പോ. 50 വയസ്സായി മരിച്ചു അല്ലേ? അപ്പച്ചൻ അടിമുടി കർഷകനായിരുന്നു അല്ലേ? നല്ലൊരു കർഷകനായിരുന്നു. കുറച്ച് കടം ഉണ്ടായിരുന്നു അല്ലേ? കുറച്ചധികം കടം ഉണ്ടായിരുന്നു. അന്നേരം പെര പണിത ഇച്ചിരി കടം ഉണ്ടായിരുന്നു. ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അപ്പച്ചൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോ എത്ര പശുക്കളുണ്ടായിരുന്നു? അന്നേരം 8 പശുക്കളുണ്ടായിരുന്നു. അന്നേരം തന്നെ അമ്മ അനിയനോട് പറഞ്ഞു പശുക്കളെ വിറ്റേക്കാം എന്ന് പറഞ്ഞു. ഈ മാത്യുവിനോട് പറഞ്ഞു? മാത്യുവിനോട് പറഞ്ഞു. ഇനി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ മാത്യു ഭയങ്കര സങ്കടപ്പെട്ട് കാണുമല്ലോ അമ്മ പറഞ്ഞപ്പോ? അത് അല്ലാത്ത എന്താ മാത്യുവിനോട് അമ്മ പറഞ്ഞത്? എന്നോട് അമ്മ പറയുന്നത് കേട്ടതല്ല, ഞാൻ അതിലൂടെ നടന്നപ്പോ ആൾക്കാർ പറയുന്നത് കേട്ടപ്പോ അമ്മയോട് ചോദിച്ചപ്പോഴാ പറഞ്ഞ കൊടുക്കാൻ പോവാന്ന്. ഇതിനെയൊക്കെ കൊടുത്തിട്ട് കടമൊക്കെ തീർക്കാനാണോ?
അപ്പൊ എന്തോ അമ്മയോട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം, ഞാൻ മൊത്തം എടുത്ത് നോക്കിക്കോളാന്ന് പറഞ്ഞു. ലോൺ ആരടയ്ക്കും? ലോണ് അതെങ്ങനെയെങ്കിലും അടയ്ക്കണം. ഓക്കെ. അച്ഛൻ മരിച്ചപ്പോൾ അവന് വലിയ വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും വലിയ വിഷമമില്ലായിരുന്നു. പക്ഷെ അവന്റെ കന്നാരികൾ പോയപ്പോഴാണ് പുള്ളിക്ക് ആകെ നല്ല വിഷമവും കരച്ചിലെല്ലാം. അപ്പൊ നമുക്ക് വേറെ അമ്മയുടെ ഉദ്ദേശം എന്തായിരുന്നു? അപ്പൊ അന്ന് കന്നാലിൽ കൊടുക്കാൻ തന്നെയായിരുന്നു. അപ്പൊ തന്നെ ഇവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടാമ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് അവൻ മുമ്പോട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾ പുറകെ ഇറങ്ങി കന്നാലികളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയത്. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ നമുക്ക് മുമ്പിൽ വേറെ വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അന്നേരം ഒന്ന് ആലോചിച്ചപ്പോൾ അത് ശരിയാണ്, വേറെ ഒരു വരുമാന മാർഗ്ഗവും ഇല്ല, ഇനി ഒരു ജോലി കണ്ടുപിടിക്കണില്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ജോലി കിട്ടണേലും. അപ്പൊ അതുകൊണ്ട് ഇത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് ഓർത്തു. അപ്പൊ അതുകൊണ്ട് പിന്നെ അനിയനാണ് ആദ്യം ഇതിന് മുന്നിട്ടിറങ്ങിയത്. യഥാർത്ഥ ഈ ബാലാവകാശ കമ്മീഷൻ നിയമം അനുസരിച്ച് ഈ ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾ വളരെ കുട്ടിക്കാലത്തെ തൊഴുത്തിൽ കയറിയവരാണ്. അപ്പൊ അതാരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ടോ? അച്ഛനുണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവന്റെ ഇത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി അവിടെ ഉള്ള അയൽവക്കംകാർ ഇരുന്നായിരുന്നു. അപ്പൊ അച്ഛന് ഭയങ്കര പേടിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനി പത്രത്തിൽ കൊടുത്താലും ബാലാവകാശ കമ്മീഷൻ വന്ന് അപ്പനെ പിടിച്ചോണ്ട് പോകുന്ന ഓർത്ത് കൊടുക്കണ്ട, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് അയൽവക്കാരോട് എല്ലാവരും പറഞ്ഞു. പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയൽവക്കംകാരെല്ലാം എന്റെ ഇത് പത്രത്തിൽ കൊടുത്തു. അപ്പൊ എനിക്ക് ജോർജിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, കപ്പത്തൊലി കഴിച്ചാൽ ഇങ്ങനെ കന്നുകാലികൾ ചത്തൊടുങ്ങും എന്ന് പറയുന്നത് അത്ര സാധാരണ സംഭവമല്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് വേണം. എനിക്ക് കുറെ സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുക. പേടിക്കണ്ട, പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കണം. 30,000 കേട്ടോ. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ മോണിറ്റർ കേറി വാ. അപ്പോൾ ചോദ്യം ഇതാണ്, 30,000 രൂപയുടെ ചോദ്യമാണ്. മലയാളിയായ ഒരാളാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 26 ഇന്ത്യയിൽ ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ കൊതുക് ദിനം, ഓപ്ഷൻ ബി ആരോഗ്യ ദിനം, ഓപ്ഷൻ സി നെല്ല് ദിനം, ഓപ്ഷൻ ഡി പാൽ ദിനം. ഡോക്ടർ വർഗീസ് കുര്യൻ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി കൂട്ടട്ടോ? പാൽ ദിനം കൂട്ടട്ടോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓപ്ഷൻ ഡി. വിജയിച്ചാൽ 30,000 രൂപ, തെറ്റിയാൽ 2,000 രൂപ, 10%. അപ്പൊ 2,000 വേണോ 30,000 വേണോ? 30,000 തന്നെ വേണം അല്ലേ? ഇപ്പൊ പൈസക്ക് ആവശ്യമുണ്ടോ? തീർച്ചയായും ആവശ്യമുണ്ട്. നേരത്തെ അത്യാവശ്യം എന്താ പൈസക്ക്? ഇപ്പം പൈസക്ക് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ ഇച്ചിരി അടയ്ക്കാനുണ്ട്. പിന്നെ എവിടെ അടയ്ക്കാനുള്ളത്? ബാങ്കില് പേരുടെ പണിതേന് ലോൺ എല്ലാം ഉണ്ട്. പിന്നെ അതെല്ലാം കിടക്കുക. അപ്പച്ചന്റെ കാലത്തുള്ള ലോണാണ് അല്ലേ? പിന്നെ പുതിയൊരു തൊഴുത്ത് വേണതായിരുന്നു. കന്നാരി ഇത്ര ആയതുകൊണ്ട് ഒരു തൊഴുത്ത് വേണതായിരുന്നു. അപ്പൊ ഇനി പൈസ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടുന്നായിരിക്കും പൈസ ഉണ്ടാവാൻ പോകുന്നത്, പറയാൻ പറ്റത്തില്ല. 30,000 രൂപയുടെ ചോദ്യം. ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി, പാൽ ദിനം ഞാൻ പൂട്ടി. അപ്പോ ഈ 1 കോടിയിലേക്കുള്ള യാത്ര താങ്കൾ തുടരുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. 30,000 രൂപ. അദ്ദേഹം ഡോക്ടർ വർഗീസ് കുര്യൻ കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് പാൽ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. മാത്രമല്ല ഈ ഇന്ത്യയിൽ പാൽ വിപ്ലവത്തിന് തന്നെ തുടക്കമിട്ടത് ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു. നമുക്കെല്ലാം അഭിമാനിക്കാം, മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പം 30,000 രൂപ നമുക്ക് ലഭിച്ചു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. പെട്ടെന്ന് മോണിറ്റർ കേറി വാ. 40,000 രൂപയുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ ലോകകപ്പ് വിജയത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് YPF ഈ പരസ്യം പുറത്തിറക്കിയത്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി പോർച്ചുഗൽ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി അർജന്റീന. ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, അർജന്റീന. ഡി അർജന്റീന. എന്ന് ഉറപ്പിക്കാമോ? 40,000 രൂപയുടെ ചോദ്യമാണ്. ഉറപ്പിക്കാമോ? കോൺഫിഡന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി പൂട്ടട്ടോ? പൂട്ടി. തുറക്കട്ടോ? തുറക്കട്ടോ. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ദുഃഖഭരിതമായിരിക്കുമോ എന്റെ മാത്യു? ശരിയായിരിക്കുമോ? ഉറപ്പാണ്. എന്തുകൊണ്ട് ശരിയായിരിക്കും? മെസ്സി അർജന്റീനയല്ല.
ഉത്തരം ശരിയാണ്. ജോർജ്, അപ്പൊ 40,000 രൂപ താങ്കൾക്ക് ലഭിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഉള്ളതുപോലെയല്ല, ചെക്കെഴുത്തരല്ല, ലിക്വിഡ് ക്യാഷ് ആണ്. ശരിക്കും 1 കോടി രൂപ ഈ പെട്ടിയിലിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് താങ്കൾക്ക് 40,000 രൂപ ഞാൻ എടുത്തു തരികയാണ്. അപ്പോൾ ഈ 1 കോടിയും കൊണ്ട് വേണം ഇന്ന് പോകാനായിട്ട്. അപ്പോൾ 10,000 രൂപയുടെ 4 നോട്ട് കെട്ടുകളാണ്. അപ്പോൾ ലിക്വിഡ് ക്യാഷ് ആണ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വേണമെന്ന് മണത്ത് നോക്കിക്കോളൂ. നല്ല മണമല്ലേ? ഓക്കെ, അപ്പോൾ 40,000 രൂപ ഇത് തുടക്കമാകട്ടെ. 1 കോടിയും കൊണ്ട് ഇവിടുന്ന് പോകാൻ ഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പൈസ എന്തായാലും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 കോടി രൂപയിൽ 40,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇനി വരാനുള്ളത് അവിടെ മൊത്തം നോട്ടുകൾ നിറയും. 1 കോടിയുടെ നോട്ടുകൾ നിറയാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഈ പശുക്കളെല്ലാം ചത്തൊടുങ്ങിയതും ഒരുപക്ഷെ ജോർജ് ഇത്രയും ജനകീയ ശ്രദ്ധ ദേശീയ തലത്തിൽ, ഇപ്പോൾ പ്രധാനമന്ത്രി പോലും ഫോണിൽ സംസാരിക്കുന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അത്രയും ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടാനുള്ള ആ രാത്രിയില്ലേ, ഡിസംബർ 31 ആ രാത്രി, ലോകം പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കാത്തിരിക്കുമ്പോൾ ജോർജിനെ തേടി വന്ന ആ കൊള്ളിമീൻ. അപ്പോൾ ആ സംഭവം, അതായത് കപ്പത്തൊലി കഴിച്ചു മാത്രമാണ് ഈ കന്നുകാലിയിൽ ചത്തൊടുങ്ങാൻ കാരണം എന്ന് ജോർജ് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് ആലോചിച്ചോളൂ. കാര്യം എനിക്കറിയാം ജോർജിന്റെ തലച്ചോറിലൊക്കെ ഇപ്പൊ തന്നെ എന്തൊക്കെയോ പറക്കുന്നുണ്ടെന്നുള്ളത്. ചില സംശയങ്ങൾ ജോർജിനുണ്ട്. നമുക്കൊരു ഇടവേള പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞാൽ മതി. കാരണം ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ കാര്യം ഈ കപ്പത്തൊലി എങ്ങനെയാണ് പാഷാണമായിട്ട് മാറിയതെന്നുള്ളത്. നമ്മൾ മത്സരം തുടരുകയാണ്. എനിക്കൊപ്പം മത്സരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ തൊടുപുഴ വെള്ളിയാമറ്റത്തെ ക്ഷീര കർഷകൻ ജോർജ് ബെന്നി. ജോർജ് ബെന്നി, വീണ്ടും സ്വാഗതം. നമുക്ക് അടുത്ത ലെവലിലാണ് ഈ മത്സരം. പിടിച്ചു നിന്നുള്ളൂ. നമ്മൾ ലെവൽ 2-ലേക്കാണ് ഇനി പോകുന്നത്. പ്ലീസ്, ലെവൽ 2. അപ്പൊ നമുക്കിനി 50,000 രൂപ, 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോണിറ്റർ കേറി വാ. ജോർജ് റെഡിയാണോ? ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: കൊച്ചിയിൽ നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഓമന മൃഗങ്ങളുടെ കാർണിവലിന് 2022 പുറത്തിറങ്ങിയ ഏത് മലയാള സിനിമയുടെ പേരാണ് നൽകിയത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി ഇലവീഴ പൂഞ്ചിറ, ഓപ്ഷൻ സി പുഴു, ഓപ്ഷൻ ഡി പാൽത്തു ജാൻവർ. ഓപ്ഷൻ ഡി പാൽത്തു ജാൻവർ. ഓപ്ഷൻ ഡി ഉറപ്പായിരിക്കുമോ? ഇപ്പൊ മനസ്സിലെന്താ തോന്നുന്നത്? പേടിയുണ്ട്. വിജയിച്ചാൽ 1,00,000 രൂപ, തെറ്റിയാൽ 4,000 രൂപ, 10%. 40,000 രൂപയുടെ നോട്ട് കേട്ടാ തന്നത്, ലിക്വിഡ് ക്യാഷ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി പാൽത്തു ജാൻവർ കൂട്ടാമോ? റിസ്ക് എടുക്കുന്നോ? താങ്കൾ ഒരുപാട് റിസ്ക് എടുത്തുള്ള ആളല്ലേ? മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു കർഷകൻ തകർന്ന് തരിപ്പണമായി തറയിൽ വീഴേണ്ട കാര്യമാണ് താങ്കൾ ഡിസംബർ 31 രാത്രിയിൽ അനുഭവിച്ചത് അല്ലേ? കൺമുമ്പിൽ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന മൃഗങ്ങൾ ചത്തൊടുങ്ങി അല്ലേ? അന്നേരം തന്നെ എല്ലാത്തിനും വിറ്റേക്കാന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ റിസ്ക് എടുത്ത ഒരാളാ. അപ്പൊ ഈ റിസ്ക് എടുക്കുന്നോ? എടുക്കുക. ധൈര്യമുണ്ടോ? ഓപ്ഷൻ ഡി പൂട്ടോ? ഞാൻ പൂട്ടി. ഓക്കെ, അപ്പൊ പാൽത്തു ജാൻവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാൽത്തു ജാൻവർ ഉത്തരം ശരിയാണോ നമുക്കൊന്ന് പരിശോധിക്കണം. ഓക്കെ, കുട്ടേട്ടാ, ഇത് ശരിയാകുമോ? ശരിയാകാനും ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട്. ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട്. റേഡിയോ പറയുന്നില്ലേ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. തൊടുപുഴ കേൾക്കത്തില്ലേ റേഡിയോയിൽ അങ്ങനെ? ഓക്കെ, ഓപ്ഷൻ ഡി പാൽത്തു ജാൻവർ ഉത്തരം ശരിയാണ്. 1,00,000 രൂപ കൈ കിട്ടിയിരുന്നു, 50,000. അപ്പോൾ നിങ്ങളുടെ പശുക്കൾക്കും കന്നുകാലികൾക്കും ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ? ഇൻഷുറൻസ് എടുത്തിട്ടില്ലായിരുന്നു. എന്താ ഇൻഷുറൻസ് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കാലിത്തീറ്റ പ്രശ്നം വന്ന് പാലെല്ലാം കുറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇച്ചിരി കടത്തിലായിരുന്നു. അതുമല്ല, അന്നേരം നമുക്ക് ഒരു പശുവിന് തന്നെ 6,000 രൂപയാവും ഇൻഷുറൻസ് എടുക്കണേല്. അപ്പൊ 8 എണ്ണത്തിന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൈസയാവുമായിട്ട് നമ്മൾ അന്നേരം നമ്മുടെ കയ്യിൽ അത്ര പൈസ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളത് എടുത്തില്ലായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. അത് എത്രയോ കാലമായി ഈ കന്നുകാലികൾ സാധാരണ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ കപ്പത്തൊലി അല്ലേ? അതായത് ചില സ്ഥലത്ത് ചീനി എന്ന് പറയും, ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും. അതിൻ്റെ തൊലിയാണല്ലോ ഈ സാധനം. അതിനകത്ത് വിഷം വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ കപ്പത്തൊലി കഴിച്ചിട്ടാണ് ഈ പശുക്കളും കന്നുകാലികളും ചത്തൊടുങ്ങിയത് എന്ന് ജോർജ് കരുതുന്നുണ്ടോ? എനിക്കൊരു സംശയമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കപ്പത്തൊലി തിന്നാണെങ്കിൽ വയറ്റിലേക്കൊക്കെ പോയിട്ട് ഇച്ചിരി
കഴിഞ്ഞിട്ടല്ലേ ദഹിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇതാവേണ്ടത്. ഊറ്റ കയറി വന്നുള്ളതാണോ, അത് ഊറ്റ കയറിയാണോ മരിക്കുന്നത്, അങ്ങനെയാണോ? അറിയത്തില്ല, പെട്ടെന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോ അല്ല, നമ്മൾ മൃഗഡോക്ടറോട് ചോദിച്ചോ എന്താ സംഭവിച്ചെന്നുള്ളത്? അപ്പൊ അവര് പറഞ്ഞ സൈനൈഡിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞേ. ഈ കപ്പത്തൊലിക്ക് സൈനൈഡില് അംശം വരുന്നത് എങ്ങനെയാ? കപ്പയ്ക്കകത്ത് തന്നെ ഉണ്ട് സൈനൈഡ് ഉണ്ട്. കപ്പയ്ക്കകത്ത് സൈനൈഡ് ഉണ്ട്. അതുകൊണ്ട് വേവിച്ചും പറക്കിയൊക്കെ പോകുമ്പോ സൈനൈഡിന്റെ ഇതങ്ങ് പോവും. അല്ല, അപ്പം ഈ കാരണം നേരത്തെ ഈ ഇതേ കപ്പത്തൊലി കഴിച്ചിട്ട് ഈ പശുക്കൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ഒരു കുഴപ്പവും സംഭവിച്ചില്ല. നമ്മൾ പണ്ട് കൊടുക്കുന്ന പോലെ അതേ രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഡിസംബർ 31 രാത്രി എന്തായിരിക്കും സംഭവം? ഇതിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും കളിച്ചിട്ടുണ്ടാവൂ? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമില്ല. അല്ലെ, സംശയിക്കത്തക്ക എന്തെങ്കിലും സാഹചര്യം തലേന്നങ്ങനെ വീട്ടിൽ ആരെങ്കിലും വന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആരെങ്കിലും വാക്കേറ്റം ഉണ്ടാകുകയോ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി, റിവെഞ്ച് എടുക്കാൻ വേണ്ടി ആളുകൾക്ക് എന്തെങ്കിലും തോന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വെള്ളിയാമറ്റത്തെ വീടിനടുത്ത് ഉണ്ടായോ? ഇല്ല, അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആരാ നമുക്ക് അതുകൊണ്ട് സംശയിക്കാൻ ന്യായമില്ല. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ പറഞ്ഞത്? റിപ്പോർട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അന്വേഷിച്ചായിരുന്നു അത് ആശുപത്രിയില്? അന്വേഷിച്ചില്ല, കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും വീട്ടിലും വരും. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വരുന്ന കന്നാലികളുടെയും ഇപ്പൊ തൊഴുത്തുള്ള കന്നാലികളുടെയും ബ്ലഡും അതെല്ലാം എടുത്ത് അതുങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ നോക്കുമായിരുന്നു. ജോർജിന്റെ വിശ്വാസം എന്താണ് വ്യക്തിപരമായിട്ട്? ഈ കപ്പത്തൊലി കഴിച്ചിട്ട് തന്നെയാണ് ഈ മരണം ഉണ്ടായത് എന്നാണോ? എന്റെ ഒരു ഇതില് കപ്പത്തൊലി കഴിച്ചിട്ട് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് അന്തിമമായിട്ട് പറയാൻ പറ്റൂ അല്ലേ? ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ മാത്യുവിനോ? കപ്പത്തൊലി കഴിച്ചിട്ട് തന്നെ. ഇങ്ങനെയാണോ? അത് കപ്പത്തൊലി എന്നെ ഒരു കുഴപ്പം പറ്റിയിട്ടാ ഇങ്ങനെ സംഭവിച്ചു. എന്ത് കുഴപ്പമായിരിക്കും മാത്യു? അത് അറിയത്തില്ല, കാരണം പശു കഴിച്ച് വയറ്റിൽ ചെന്ന താമസമുള്ളൂ, അന്നേരത്തേക്കെല്ലാം പോയി. നേരത്തെ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ? ഇല്ല, ആദ്യമായിട്ട് സംഭവിക്കുകയാണ് അല്ലേ? കഴിച്ച കപ്പത്തൊലി മിച്ചം പുലിക്കൂട്ടിലുണ്ട്, മൊത്തം കഴിച്ചിട്ടില്ല, ശകലം കഴിച്ചോളൂ. സാധാരണ ഒരു പശുവിനൊക്കെ എത്ര കപ്പത്തൊലി കൊടുക്കും? അത് ഈ കയ്യിൽ ഇങ്ങനെ കുറച്ച് വാരിയിട്ട് കൊടുക്കാറുള്ളൂ. അതിനൊരു അളവൊന്നുമില്ലേ സാധാരണഗതിയിൽ? ഇല്ല. അത് ഉണക്കിയിട്ടാണോ പച്ചക്കാണോ കൊടുക്കുന്നത്? ഉണക്കിയിട്ട് പശുവിന്റെ സൈസ് അനുസരിച്ച് കുറച്ചൊക്കെ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇപ്പൊ ഡോക്ടർമാരും പറഞ്ഞായിരുന്നു അത് കപ്പത്തൊലി അതേപോലെ തന്നെ കിടക്കുക, അത് അറിഞ്ഞിട്ടോ ദഹിച്ചിട്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ദഹിച്ചിട്ടില്ല, അതുപോലെ തന്നെ കിടപ്പുണ്ട്, വയറ്റിൽ അതുപോലെ കിടക്കുന്നതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. കന്നാലി കപ്പത്തൊലി എടുത്തപ്പോ തന്നെ എല്ലാം പടയെന്ന് വീഴുമായിരുന്നു, എല്ലാം ഒന്നിച്ച്. നല്ല കരുത്തോളം നല്ലൊരു മൂരി ഉണ്ടായിരുന്നു, അവൻ വരെ പെട്ടെന്ന് വീണു. അത്രയും പ്രശ്നമായി അല്ലേ? ഞങ്ങൾ അല്ലാത്തവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു അവർ കൊടുക്കുന്നുണ്ട്, അവർക്ക് ഈ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അവരൊക്കെ പറയുന്നത്. ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ നിലയായാലും ഇച്ചിരി ഗുരുതരമാണ്. ആണോ? ഇപ്പൊ പ്രശ്നമുണ്ടോ? ഇപ്പൊ രണ്ടുപേർക്ക് പ്രശ്നമുണ്ട്. ഒരു കിടാവിന്റെ കൈയുടെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിങ്ങ് പോയി, അവിടെ തൊഴുത്തി കിടന്ന് കൈയിട്ട് തല്ലി പഠിച്ചായിരുന്നു ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും. അപ്പൊ കൈയുടെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിട്ട് അതിനി കൈ ഒരിക്കലും ശരിയാവില്ലെന്നാ ഡോക്ടർമാർ പറയുന്നേ. ശരിയാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞേ. ഇപ്പൊ ഒരു പശുവിന്റെ ആണെങ്കിലും ഉള്ള ഒരു പശുവിന്റെ ആണെങ്കിലും അതിന്റെ കൊമ്പ് ഊരിപ്പോയി. പിന്നെ അത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അതിന് അബോർഷൻ ആയത്. 5 മാസം ചെനയുണ്ടായിരുന്നു അതിന്. അപ്പൊ 2 പശുക്കളാകെ പ്രശ്നമായി അല്ലേ? ഒന്ന് കിടാവ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറെ ആൾക്കാർ പശുക്കളെ നിങ്ങൾക്ക് ഓഫർ ചെയ്തായിരുന്നല്ലോ, അത് നിങ്ങൾ സ്വീകരിച്ചായിരുന്നോ? തരുന്നവരെല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ അത് അവർ തരുന്നതെല്ലാം നല്ല ഇനം പശുക്കൾ. അപ്പൊ നമ്മുടെ തൊഴുത്തിന് ഇച്ചിരി സൗകര്യക്കുറവൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനില്ല, റബ്ബർ മാറ്റില്ല, കറവേന്ദ്രമില്ല, പിന്നെ കണ്ണാരരിയുന്ന മെഷീനുണ്ട്, കാനി കരിഞ്ഞു കൊടുക്കുന്ന, കന്നാലിക്ക് തീറ്റ കൊടുക്കുന്നു. ജയറാം പശുവിനെ ഓഫർ ചെയ്തോ? ജയറാം സാറ് ഓഫർ ചെയ്തില്ല. ജയറാം സാർ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം കൃഷ്ണഗിരിക്കുക, അവിടെ പോയി നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. ജയറാം വീട്ടിൽ വന്നപ്പോ നിങ്ങൾ പ്രതീക്ഷിച്ചോ ജയറാമിനെ അവിടെ? ഇല്ല, ആദ്യം ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ജയറാം സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ജയറാം അപ്പൊ എവിടെ ഉണ്ടായിരുന്നു? അവിടെ തൊടുപുഴ ഉണ്ടായിരുന്നു അല്ല ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട്, അതോ ദൂരെ നിന്ന് വന്നതായിരുന്നു? ജയറാം സാർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് മറ്റേ ജയറാം സാർ ഈ വാർത്ത സോഷ്യൽ മീഡിയ വഴി കേട്ടു. അപ്പൊ തന്നെ ജയറാം സാർ പറഞ്ഞു സാറിന് ഞങ്ങളെ സഹായിക്കണം, എത്രയും പെട്ടെന്ന് സാറിന്റെ അവര് അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ആണെങ്കിൽ മറ്റേ ഹോസ്റ്റലർ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ പരിപാടിയായിരുന്നു. ആ പ്രൊമോഷന് വെച്ചിരുന്ന പൈസ ആയിട്ടാണ് സാറ് വന്നത്, 5 ലക്ഷം രൂപ. പ്രൊമോഷൻ ചെലവാക്കുള്ള പൈസ 5 ലക്ഷം നിങ്ങൾക്ക് തന്നു അല്ലേ സാർ? അപ്പൊ ഈ കാര്യം മമ്മൂട്ടി സാറിനോടും പൃഥ്വിരാജ് സാറിനോടും പറഞ്ഞു. ഇപ്പൊ ആ 2 സാറും പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളും അവർ ജയറാം സാറിനോട് എത്രയും പെട്ടെന്ന് പോയി സഹായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജയറാം സാർ എത്രയും പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. മറ്റേ റോഷി സാറും ചിഞ്ചുറാണി മിനിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് തന്നെ കൃത്യം വന്ന് കയറി. ജയറാം എന്താ പറഞ്ഞു കണ്ടപ്പോ? സാർ ആദ്യം വന്ന് ഞങ്ങളെ അടുത്തൊക്കെ ഇരുന്ന് ഞങ്ങളെ കുറെ ആശ്വസിപ്പിച്ചു. അന്നേരം വെച്ചാൽ ഞങ്ങൾ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു, നല്ല സങ്കടത്തിലായിരുന്നു. അപ്പൊ സാറ് വന്നപ്പം പെരക്കകത്ത് കയറി ചായ കുടിച്ചിട്ടാ പോയെ. ഇപ്പൊ ഉള്ള കന്നാലിനെല്ലാം നോക്കി സാറ് തൊഴുത്തിലൊക്കെ വന്നിരുന്ന് സാറ് പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം കൃഷ്ണഗിരിക്ക് പോവാന്ന് പറഞ്ഞു. ഇത് കാണുന്ന ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന, പശുക്കളെ വളർത്തുന്ന ഒരുപാട് കർഷകരുണ്ടാവും. അവരൊക്കെ മിക്കവാറും വെള്ളിയാമറ്റത്തേക്ക് പശുക്കളുമായിട്ടൊരു ഘോഷയാത്ര നടത്താനുള്ള
എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. പരമാവധി എത്ര പശുക്കളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക? ഇപ്പൊ നമുക്ക് തൊഴുത്തിന് ഇച്ചിരി അസൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തൊഴുത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര പശുക്കളെ വരെ സ്വീകരിക്കാൻ പറ്റും? 20 എണ്ണത്തിന്. അപ്പൊ ബുക്ക് ചെയ്യണം നേരത്തെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പശുക്കളുമായിട്ട് വെള്ളിയാമറ്റത്ത് പോകണമെങ്കിൽ ആദ്യം പേര് വരെ നിങ്ങൾ കൊടുക്കണം, എത്ര പശുക്കൾ അല്ലേ. അപ്പൊ 20 പശുക്കളെ പരമാവധി. മാത്യു, അതിൽ കൂടി വേണോ പശുക്കളെ? ഇപ്പൊ പറഞ്ഞോളണം, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. ലോകത്തെ മലയാളികൾ നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർക്ക് പശുക്കളെ തരണം തോന്നിയാൽ എന്ത് ചെയ്യും? തരുന്നത് സ്വീകരിക്കും. എത്ര എണ്ണം വേണം? അതിൽ മാത്യുവിന് എത്ര വേണം? തരുന്നത് സ്വീകരിക്കും. പിന്നെ അങ്ങനെ അതെങ്ങനെ പറ്റും? ഇത് കൊള്ളാം. അവർ 2000 പശുക്കളായിട്ട് വന്നാൽ സ്വീകരിക്കാൻ പറ്റൂ? ഇപ്പൊ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇച്ചിരി പൈസ ഇരിപ്പുണ്ട്. അപ്പൊ അത് വെച്ച് തൊഴുത്തി ഇച്ചിരി നന്നാക്കണം. ജോർജിന് ഫാം തുടങ്ങണ്ടേ? തുടങ്ങണം. അതിന്റെ പൈസ ഇവിടുന്ന് ഉണ്ടാക്കണം. ഫാം തുടങ്ങാനുള്ള പൈസ 1 കോടിയല്ലേ. മാത്രമല്ല പിന്നെ 20 പശുക്കളെ നാട്ടുകാർ എത്തിച്ചോളും. അപ്പൊ ഈ സംഭവം ക്ലോസ് ചെയ്തിരിക്കുന്നുള്ള എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ 24 വഴി പറഞ്ഞേക്കാം, ഇനി പശുക്കളെ കൊണ്ടുവരണ്ട, ക്ലോസ് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പൊ 20 പശുക്കളെ പ്രതീക്ഷിച്ചോളണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൊഴുത്തൊക്കെ വൃത്തിയാക്കണ്ടേ? ജോർജ് റെഡി ആണല്ലോ? ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക്. മോണിറ്റർ കേറി വാ. 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000 തൊഴുത്തൊക്കെ വൃത്തിയാക്കാനുള്ളതാണ്, ലോൺ അടയ്ക്കണം. അപ്പൊ അതൊക്കെ മനസ്സിൽ കരുതി ഇനി ബി സീരിയസ്. കളി കാര്യമാകുന്നു. ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായാണ് അദ്ദേഹം ജനിച്ച സ്ഥലത്തിന്റെ പേര് ബംഗളൂരിലെ പ്രശസ്തമായ റെസ്റ്റോറന്റായ രാമേശ്വരം കഫേക്ക് ഉടമസ്ഥർ നൽകിയത്? രാമേശ്വരം കഫേ. ഓപ്ഷൻ എ MS സ്വാമിനാഥൻ, ഓപ്ഷൻ ബി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ സി KR നാരായണൻ, ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഉറപ്പാണോ? ഉറപ്പാണ്. അറീഷ്? യെസ്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? കാരണം അബ്ദുൽ കലാം സാർ അവിടെ ആയിരുന്നു ജനിച്ചതൊക്കെ, രാമേശ്വരം. ഇപ്പൊ ടൂറിന് പോയപ്പോ സാറിന്റെ മ്യൂസിയം എല്ലാം കണ്ടായിരുന്നു. ഓ, അവിടെ പോയായിരുന്നു? എങ്കിൽ പിന്നെ നീ തർക്കിച്ചിട്ട് കാര്യമെന്തോ? എന്റെ മാത്യു, തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ ടൂർ പോയായിരുന്നോ രാമേശ്വരത്ത്? ഞാൻ പോയില്ല, ചേട്ടായി പോയി. അപ്പൊ ചേട്ടായി കണ്ട സ്ഥലം തന്നെയാണ്. ഉത്തരം ശരിയാണ്. രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. കുട്ടേട്ടാ, ഗണിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം കൂടി ജോർജിനെ ഓർമ്മപ്പെടുത്താനാണ്. ജോർജ് ഇന്ന് ദിവസം 15-ാം തീയതിയാണ്. ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ മാട്ടുപ്പെട്ടിയിൽ നിന്നും ജോർജിനെ തേടി 5 പശുക്കൾ എത്തും എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. കുട്ടേട്ടൻ ഇപ്പൊ ജ്യോതിഷം കുറച്ച് പഠിച്ചിട്ടുണ്ട്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് 5 പശുക്കൾ എത്താൻ സാധ്യതയുണ്ടോ? അത് ഈ മാസത്തിനുള്ളിൽ എത്തുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പൊ എത്തും. 20-ാം തീയതി, ഇന്ന് 15-ആണ്. 20-ാം തീയതി 5 ദിവസങ്ങൾക്കുള്ളിൽ മാട്ടുപ്പെട്ടിയിലെ പശുക്കളെ അറിയാലോ, അവിടുന്ന് 5 പശുക്കൾ എത്തും. മൂന്നാറിന് സമീപത്തുള്ള മാട്ടുപ്പെട്ടി. ആരായിരിക്കും കുട്ടേട്ട അത് കൊണ്ടുവരാൻ സാധ്യത? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമാണ് അതിന് മുൻകൈ എടുക്കുക. പക്ഷെ ഇതെങ്ങനെ തെറ്റിയാലോ കുട്ടേട്ട വീട് കയറി അടിക്കും. കുട്ടേട്ടൻ എല്ലാം അറിയുന്നുണ്ടല്ലോ. കുട്ടേട്ട എല്ലാം അറിയും. കുട്ടേട്ടൻ ആള് ജോർജിന് വേണേ വീട്ടിൽ കൊണ്ടുപോകാം, വെള്ളിയാമറ്റത്ത് നിർത്താം, കുറെ കാര്യങ്ങൾ ചോദിക്കാം. കാര്യം എന്താ, ഇനിയിപ്പം വല്ല പശുക്കളും എല്ലാം കഴിച്ചെന്തെങ്കിലും വരുമോ എന്നൊക്കെ ചോദിക്കാൻ ഒരാളായല്ലോ. പിന്നെ പണിക്ക് നിർത്താല്ലേ? നല്ല പണിയനാ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. അപ്പൊ 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ കേറി വാ. ദർബാർ ഹാൾ, അശോക ഹാൾ എന്നിവ ഏത് കെട്ടിടത്തിലെ പ്രശസ്തമായ മുറികളാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി ഭവൻ, ഓപ്ഷൻ ബി ചെങ്കോട്ട, ഓപ്ഷൻ സി ഇന്ത്യൻ പാർലമെന്റ്, ഓപ്ഷൻ ഡി താജ്മഹൽ. രാഷ്ട്രപതി ഭവൻ, ചെങ്കോട്ട, ഇന്ത്യൻ പാർലമെന്റ്, താജ്മഹൽ. 70,000 രൂപയുടെ ചോദ്യമാണ്. 4 ഓപ്ഷൻസ്. വിജയിച്ചാൽ 70,000 രൂപ തിരിച്ചു കിട്ടും, തെറ്റിയാൽ 6,000 രൂപ കൈ കിട്ടും. 10%. അപ്പൊ ഇനി പിടിവള്ളി ഇതുവരെ എടുത്തിട്ടില്ല. കുട്ടേട്ടന്റെ അടുത്ത് 2 പിടിവള്ളി ഉണ്ട്, കുടുംബത്തിന്റെ 1 പിടിവള്ളി, 3 പിടിവള്ളി ബാക്കിയാണ്. പിന്നെ അവസാനം മണി ഷെയർ കളിയുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. പിടിവള്ളി എടുക്കണോ? അപ്പൊ ആരുടെ പിടിവള്ളി വേണം? കുടുംബത്തിന്റെ വേണോ, കുട്ടേട്ടന്റെ വേണോ? കുട്ടേട്ടാ. യെസ് ബോസ്. താങ്കൾക്ക് 2 ഓപ്ഷൻ പറയും. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ രാഷ്ട്രപതി ഭവൻ, ബി താജ്മഹൽ. ഇനി താജ്മഹലാണോ രാഷ്ട്രപതി ഭവനാണോ? കുട്ടേട്ട എങ്ങനെയുള്ളൂ? 2 ഓപ്ഷൻസ് ആയിട്ട് ചുരുക്കിയിരിക്കുക. ഓപ്ഷൻ എ രാഷ്ട്രപതി ഭവൻ. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. എന്തുകൊണ്ട് ഉറപ്പിക്കാം? താജ്മഹലിൽ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. രാഷ്ട്രപതി ഭവനിൽ പോയിട്ടുണ്ടോ? ഇല്ല. താജ്മഹലിൽ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും അങ്ങ് ഉറപ്പിക്കുക. ഒരു റിസ്ക് എടുക്കാണോ? റിസ്ക് എടുക്കുക. അപ്പൊ എന്തായാലും രാഷ്ട്രപതി ഭവൻ എന്നുള്ള ഉത്തരം നമുക്ക് പൂട്ടാം. Are you sure? Yes. അപ്പൊ ഞാൻ പൂട്ടി. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം
രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞ താങ്കളുടെ ഉത്തരം നിർഭാഗ്യവശാൽ വെള്ളിയമ്പലത്തേക്ക് പോകാൻ സമയമായോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഐ ആം വെരി സോറി. താങ്കൾ പറഞ്ഞ ഉത്തരം ഐ ആം വെരി സോറി ടു യു ഓൾസോ. ജോർജ് പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ കറക്റ്റായി. ജോർജ് പറഞ്ഞ ഉത്തരം ശരിയാണ്. രാഷ്ട്രപതി ഭവനാണ് ശരി ഉത്തരം. 70,000 രൂപയായി. ഇനി 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അങ്ങ് പോയാലോ? നമുക്ക് കാശ് വേണ്ടേ? ഓക്കെ, അടുത്ത ചോദ്യം. $80,000 ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വരി എന്നർത്ഥം വരുന്ന ക്യൂ, അങ്ങനെ വാക്ക് അറിയാലോ, ക്യൂ പാലിക്കുക. ക്യൂ എന്ന ഇംഗ്ലീഷ് വാക്കിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? വരി എന്നർത്ഥം വരുന്ന ക്യൂ എന്ന ഇംഗ്ലീഷ് വാക്കിൽ, സിംപ്ലി പറഞ്ഞാൽ ക്യൂ എന്ന ഇംഗ്ലീഷ് വാക്കിൽ എത്ര അക്ഷരമുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഓപ്ഷൻ ഡി 5. ഓപ്ഷൻ ഡി 5 ആയിരിക്കാനാണ് പ്രതീക്ഷ. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂട്ടാം. ഞാനൊന്നും പറയില്ല. എനിക്ക് ധൈര്യമുണ്ട്. ധൈര്യം ഉണ്ടല്ലോ. നമ്മുടെ മാത്യുവിനോ? മാത്യു ഉണ്ടോടാ എനക്ക് ധൈര്യം? ഉണ്ടോ? ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാം. ഒന്ന് സ്പെല്ല് ചെയ്തേ. ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. QUEUE. അതാണോ? നാട്ടുകാർ ചിരിക്കും കേട്ടോ. അതിന്റെ സ്പെല്ലിംഗ്, ക്യൂവിന്റെ സ്പെല്ലിംഗ് അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ടാണോ ക്യൂ എന്ന് കേൾക്കുന്നത്? QUEUE എന്നല്ലേ പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത് നാട്ടുകാർ ചിരിക്കുമെന്ന്. ഉത്തരം ശരിയാണ്. QUEUE അതാണ് ക്യൂ. അപ്പോൾ 5 അക്ഷരം അതിനകത്തുണ്ട്. അപ്പൊ ഇപ്പൊ എത്രയായി? 80,000 രൂപ. 80,000 കിട്ടി. 5 അറിയാം, പക്ഷേ സ്പെല്ലിംഗ് അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, അപ്പൊ 80,000 രൂപ കിട്ടി. അപ്പൊ 40,000 രൂപ ഞാൻ തരണം. ക്യാഷ് ആയിട്ട് തന്നെ, ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ തരികയാണ്. അപ്പൊ 1 2 3 4. അപ്പം എൻ്റെ മണി പേഴ്സിൽ നിന്ന് 40,000 കൂടെ പോയി. അപ്പോൾ 80,000 രൂപ. ഇത് പക്ഷേ നോക്കിയാൽ നമ്മൾ മറ്റേ ആ ദിവസം പോലെ നമുക്ക് തോന്നും. ഭയങ്കര വിഷമം വരും അല്ലേ? ഇപ്പൊ ശരിക്കും മോനെന്ന് അനുഭവിച്ചൊരു ദുഃഖമില്ലേ? ആ ദുഃഖം കുറേശ്ശെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൈസ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദിവസം അനുഭവിച്ച ദുഃഖം? ഡിസംബർ 31 രാത്രി. ഇപ്പൊ 40,000 രൂപയായി. അപ്പൊ 80,000 ആയി. ഇതുകൊണ്ട് ലോൺ അടയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മത്സ്യം തുടരണം. ഓക്കെ, കാര്യമാണ്. അപ്പൊ 80,000 കിട്ടി കേട്ടോ. അപ്പൊ ഇന്ന് മാത്രമല്ല, നമ്മളിനി അടുത്ത ലെവലിലേക്ക് പോകുന്നു. ലെവൽ 3 പിടിച്ചെന്നുള്ളൂ. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 3. ജോർജ്, യു ആർ എ ഗ്രേറ്റ് മാൻ. ലക്ഷാധിപതിയാകുമ്പോൾ 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകും. 1 ലക്ഷം, 1,100,000 റുപ്പീസിലേക്ക് നമ്മൾ പോകുന്നു. റെഡിയാണോ? ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ കുറച്ചൊരു ആഹ്ലാദം വന്നല്ലോ. 80,000 രൂപ കിട്ടിയതിൻ്റെയാണോ? അല്ല, 80,000 രൂപ എത്ര പശുക്കളെ വാങ്ങിക്കാൻ പറ്റും? നല്ല പശുവിന് 50,000 ഒക്കെ ആവും. 50,000 ആവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് അടുത്ത 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കണം. മോണിറ്റർ കയറി വാ. ജോർജെ, ഞാനൊരു നിശ്ചല ചിത്രം കാണിച്ചു തരാം. നിശ്ചല ചിത്രം പറഞ്ഞാൽ സ്റ്റില്ല്. ഓക്കെ, അങ്ങോട്ട് നോക്കിക്കോളൂ. ഇനി ചോദ്യത്തിലേക്ക്. കണ്ടല്ലോ, മനസ്സറിഞ്ഞ് കണ്ടില്ലേ? ചോദ്യം ഇതാണ്: ഏത് സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിലാണ് ഫിൻലൻഡിലെ റോവനേമി ഗ്രാമത്തിലേക്കുള്ള ഈ പ്രത്യേക ട്രെയിൻ നാമകരണം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ സാന്താക്ലോസ്, ഓപ്ഷൻ ബി ഷെർലക് ഹോംസ്, ഓപ്ഷൻ സി പീറ്റർ പാൻ, ഓപ്ഷൻ ഡി ഹാരി പോട്ടർ. സാന്താക്ലോസ്, ഷെർലക് ഹോംസ്, പീറ്റർ പാൻ, ഹാരി പോട്ടർ. കൺഫ്യൂഷൻ ഉണ്ട്. പിടിവള്ളി വേണോ? വേണം. ആരുടെ പിടിവള്ളി? കുട്ടേട്ടൻ. അപ്പൊ കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി ഉണ്ട്. അതെടുക്കാൻ തീരുമാനിച്ചോ? അല്ലെങ്കിൽ ഏത് വേണം? കുട്ടേട്ടൻ വേണോ, കുടുംബം വേണോ? ഏതാ വിശ്വസിക്കാവുന്ന കേന്ദ്രം? കുട്ടേട്ടനാണ് ഇച്ചിരി വിശ്വാസം. പക്ഷെ ഇവര് അത്ര വിശ്വാസം അല്ലേ? എടേ മാത്യു പോയിടേ. ഓക്കെ, അപ്പം കുട്ടേട്ടനോട് പറഞ്ഞാൽ കുട്ടേട്ടൻ 1 ലക്ഷം ആയി കഴിഞ്ഞാൽ ഒരു ഓപ്ഷനെ റിമൂവ് ചെയ്യൂ. ഇവരാണെങ്കിൽ ഒരു ഉത്തരമേ പറയൂ. പക്ഷെ അതിനകത്ത് റിസ്ക് ഉണ്ട്. വിശ്വസിക്കാമോ? പോയിടേ മാത്യു പോയിടേ. അപ്പൊ എങ്ങനെയാ നമ്മൾ ആരെയാ വിശ്വസിക്കും? കുടുംബം അതോ കുട്ടേട്ടൻ? കുട്ടേട്ടാ, കുട്ടേട്ടന്റെ പ്രശസ്തി വളരെ കൂടുതലാണല്ലോ. വെള്ളിയാമറ്റത്തുള്ള ആൾക്കാർക്ക് പോലും കുട്ടേട്ടനെ വിശ്വാസം. താങ്ക് യു ബോസ്. ജോർജ് ബെന്നി, താങ്കളുടെ കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ
സാന്താ ക്ലോസ്, ബി ഷെർലക് ഹോംസ്, ഡി ഹാരി പോട്ടർ. അപ്പൊ ഒരു ഉത്തരം വായിച്ചു കളഞ്ഞു. അപ്പൊ ഇനി 3 ഉത്തരമുണ്ട്. സാന്താക്ലോസ് ഉണ്ട്, ഷെർലക് ഹോംസ് ഉണ്ട്, ഹാരി പോട്ടർ ഉണ്ട്. ഓപ്ഷൻ എ സാന്താക്ലോസ്. ഓപ്ഷൻ എ സാന്താക്ലോസ് ശരിയായിരിക്കും. ശരിയാകാനാണ് സാധ്യത. അതെന്തുകൊണ്ടാ അത്? കാരണം ഈ പിന്തലിലുള്ള ആരുടെയൊക്കെ വീഡിയോയിൽ ഈ സാന്താക്ലോസിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഓപ്ഷൻ എ സാന്താക്ലോസ് കൂട്ടാമോ? കൂട്ടാം. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 1 ലക്ഷം രൂപ, തെറ്റിയാൽ 8000 രൂപ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. നാട്ടുകാരൊക്കെ പഴി പറയൂ. അത് കുഴപ്പമില്ല, അത് വിഷയമില്ല. നാട്ടുകാർ ചോദിക്കോ ഇതൊക്കെ ചെന്ന് കഴിയുമ്പോൾ? ഇവിടെ വരുന്ന കാര്യം നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവര് പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ എ സാന്താക്ലോസ്. താങ്കൾ പറഞ്ഞ ഉത്തരം സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 1 ലക്ഷം രൂപ എന്റെ പോയി. പിന്നെ എനിക്ക് സങ്കടം വരില്ലേ? അപ്പൊ 1 ലക്ഷം രൂപ. ആദ്യം സംശയം ഉണ്ടായിരുന്നു സാന്താക്ലോസ് തന്നെയാണോ. പിന്നെന്തിനാ കുട്ടേട്ടന്റെ ഇതെടുത്തത്? ഒരു ഉറപ്പിന്. ഈ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും അമ്മ എപ്പോഴും ഉപദേശിക്കുന്ന കാര്യം എന്താ? ഉപദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രേമിക്കാനൊന്നും പോവല്ലേ. പ്രേമിക്കാൻ അങ്ങനെ പോവല്ലേ. അതെന്തോ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രേമിച്ചായിരുന്നു? അങ്ങനെയല്ല. പിന്നെ അമ്മയ്ക്ക് ഇത് സംശയം വരാൻ കാര്യം എന്ത്? ഇല്ല, അപ്പൊ കഴിഞ്ഞ പിന്നെ ഭയങ്കര ഉപദേശമായിരുന്നു. ഈ അമ്മയുടെ ഏറ്റവും വലിയ പേടി മോനെ ആരെങ്കിലും പ്രേമിച്ചു പോവോ എന്നുള്ളതാണോ? അതൊന്നുമല്ല, ഏതെങ്കിലും ദുശീലത്തിൽ അടിമപ്പെടുവോ എന്നുള്ള. പ്രേമം ഒരു ദുശീലാണോ? അതല്ല. ഇവിടെ മാത്യു പറഞ്ഞിട്ടുണ്ടോ ഇത്? വീട് വലി അങ്ങനെയൊക്കെ ഉള്ള. വീട് വലി വേണ്ട, പ്രേമം വേണ്ട, പ്രണയമൊന്നും വേണ്ട അമ്മയ്ക്ക് അല്ലേ? അമ്മ പറഞ്ഞ അതിപ്പോ വേണ്ട, ഇപ്പം അത്യാവശ്യം ജോലിയും വരും. അതേസമയം അവിടെ ഇരിക്കുന്ന ആൽവി ആണെങ്കിൽ ഉത്തരാഖണ്ഡേരി പ്രണയിച്ചാ കിട്ടിയതും കുടുംബത്തിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇല്ലേ? അത് അമ്മയ്ക്ക് അറിയാമോ? അതുകൊണ്ട് ഈ ആൽവിനെ വീട്ടിൽ കയറ്റത്തില്ലേ? ആൽവി കയറ്റും അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. ഈ ഇടയ്ക്ക് മോന് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, ജോർജ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇന്റർവെൽ കിട്ടുന്ന ഉച്ചഭക്ഷണ സമയമൊക്കെ ഇല്ലേ? ഇന്റർവെൽ സമയത്തൊക്കെ അധ്യാപകരോട് ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയെ സഹായിക്കാൻ പാൽ കറന്നു കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു? തീർച്ചയായും. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. പ്ലസ് 1 പഠിക്കുമ്പോൾ. പ്ലസ് 1 പ്ലസ് 2 സമയത്ത് അന്നേരം എനിക്ക് പ്ലസ് 2 പഠിച്ചപ്പോൾ ലൈസൻസ് കിട്ടിയായിരുന്നു. ഏത് വണ്ടിയാ ഉള്ളത്? സ്കൂട്ടർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ നിന്ന് സ്കൂട്ടറെ വരും പാല് കറക്കാനായിട്ട് അല്ലേ? പശുവിനെ കറക്കാൻ. എത്ര പശുവിനെ കറക്കും ഇടയ്ക്ക് ഇന്റർവെലിന്? 4-5 പശുക്കള് കറന്നിട്ട് പോകും. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും കറക്കൂ? ഇല്ല, രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് മറ്റേ ചോറിന് അവിടുന്ന് ഇന്റർവെൽ ഇല്ലേ, അപ്പൊ അതൊരു 45 മിനിറ്റ് ചോറുണ്ടേ ആ വീട്ടിൽ വന്നിട്ട്. അപ്പൊ ആദ്യമൊക്കെ ആണെങ്കിൽ കന്നാലും കറന്നിട്ടായിരുന്നു ചോറിനോണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ചോറിണ്ടിട്ട് പെട്ടെന്ന് കന്നാലും കറക്കും. 4 പശുക്കളെ കറക്കുമ്പോൾ എത്ര ലിറ്റർ ഒക്കെ കറക്കും? അന്നേരം 20 ലിറ്റർ 24 ലിറ്റർ കിട്ടുമായിരുന്നു. ഒരു ക്ഷീര കർഷകൻ എന്നുള്ള നിലയിൽ പശുവിനെ കറന്ന് ജീവിക്കുന്നു, പശുവിന്റെ പാല് സൊസൈറ്റിയിൽ അളന്ന് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആളെന്നുള്ളിൽ എങ്ങനെയാ അതിനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പശുവിനെ പുല്ല് വെട്ടാൻ പോകും, എന്താ ചെയ്യാൻ പോകുന്നത്? നേരത്തെയൊക്കെ ആണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇറങ്ങുമായിരുന്നു. അമ്മയും രാവിലെ 4:15 4:15 മണിക്ക് എഴുന്നേക്കോ? അയ്യോ, നമ്മുടെ നാട്ടിൽ ഈ പ്രായമുള്ള ഒരു കുട്ടി എഴുന്നേക്കുന്ന സമയമല്ലേ? അഥവാ എഴുന്നേറ്റാലും മറ്റേ ഒന്നിനു പോകാനായിരിക്കും. 4:15 പല്ല് കഴിച്ച് ചായ കുടിക്കും. പിന്നെ അപ്പൊ തന്നെ തൊഴുത്തിലേക്ക് ഇറങ്ങും. തൊഴുത്തിൽ കയറി ഞാൻ ചാണം വാരി കൊടുക്കും, അനിയത്തി അമ്മയും കുളിപ്പിക്കും. പിന്നെ അതിന്റെ പുറകെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് കറന്നു. അത് ശരി. അമ്മ കറക്കുവോ? അമ്മ കറക്കില്ല, നമ്മുടെ കൈയുടെ മുട്ടിന് നീരും വേദനയൊക്കെ. അമ്മ കറക്കത് ഇല്ല. നമ്മുടെ 2 മക്കളാണ്. വേറെ ആരെയും നിങ്ങൾക്ക് ജോലിക്കൊന്നും വയ്ക്കാൻ പറ്റത്തില്ല, കൂലിക്കൊന്നും ആൾക്കാരെ നിർത്താൻ പറ്റത്തില്ല? അന്നേരം നമുക്ക് നിർത്തിയാലും നഷ്ടമായിരുന്നു. ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടില്ലേ? ഇല്ല, ഇനി നിർത്തണം. ഇല്ല, അനിയത്തി ഇറക്കും. അനിയത്തി ഇറക്കുമല്ലേ? അനിയത്തിയുടെ പ്രായം എത്രയാ? അവള് 9ാം ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 2,200,000. അപ്പൊ റെഡിയാണല്ലോ? റെഡിയാണ് സാർ. അപ്പൊ മോണിറ്റർ കേറി വാ. ഇന്ത്യൻ റെയിൽവേയുടെ സെക്ഷൻ 141 141 പ്രകാരം കാരണം കൂടാതെ ട്രെയിനിലെ അപായ ചങ്ങല വലിച്ചാൽ എത്ര രൂപ പിഴയടിക്കും? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 2500, ഓപ്ഷൻ ഡി 501. ഈ ഉത്തരാഖണ്ഡേരിയാണ് ചങ്ങല വലിച്ചിട്ടുണ്ടാവൂ? സംശയമുണ്ട്. അപ്പൊ ഹിന്ദിയിലൊന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും ചങ്ങല വലിച്ചിട്ടുണ്ടോ എന്ന് ട്രെയിനിൽ? നെവർ. ഓ, അത് ചങ്ങല വലിക്കേണ്ടി വന്നിട്ടില്ല. ചിലപ്പോ വീട്ടിൽ ആരും ചങ്ങല വലിച്ച പരിചയമില്ല. ട്രെയിനിൽ കയറിയിട്ടില്ല. ട്രെയിൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ രാമേശ്വരത്ത് പോയിരുന്നു, ടൂറിൽ പോയിരുന്നു. ബസ്സിനാ പോയത്. അപ്പൊ ട്രെയിനിൽ കയറിയിട്ടില്ല. സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോ മോനൊരു കാര്യം ചെയ്യണം. നമ്മുടെ ഫ്ലവേഴ്സിന്റെ ചെലവില് കൊച്ചിയിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ തിരുവനന്തപുരം വരെ അനിയനെയും കൂട്ടി പോകണം ഒരാഴ്ചക്കകം കേട്ടോ. അതിന്റെ സർവ്വ ചെലവ് നമ്മൾ കേൾക്കും. വഴി ഭക്ഷണം കഴിക്കേണ്ട കാര്യം, ട്രെയിനകത്ത് ഭക്ഷണമുണ്ട്. റെഡിയല്ലേ? അപ്പോൾ 24 വാർത്തയിലും വരും ഇങ്ങനെ ഒരാൾ തിരുവനന്തപുരത്തേക്ക് യാത്രയായിട്ടുണ്ട്.
തിരിച്ചു കൊണ്ടുവന്ന് കൊച്ചിയിൽ ഇറങ്ങി ഇതുവഴി തൊടുപുഴ പോയിക്കൊണ്ടാൽ മതി. തൊടുപുഴയിൽ നിന്ന് ട്രെയിൻ ഇല്ലല്ലോ, വരും. അപ്പോൾ എന്തായാലും കാരണം ഇനി ഈ പ്രായത്തിൽ ഇത്രയും പശുക്കളുമായിട്ട് നടക്കുന്ന ആള് ട്രെയിനിൽ കയറിയിട്ടില്ലെന്ന് പറയാൻ പാടില്ല. സമ്മതിച്ചല്ലോ. അപ്പൊ നമ്മുടെ ഉത്തരത്തിലേക്ക് 2 ലക്ഷം രൂപയുടെ വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000 രൂപ. പിടിവള്ളി വേണം. പിടിവള്ളി ഒരെണ്ണേ ഉള്ളിനി, കുടുംബത്തിന്റെ അല്ലേ? അവര് ട്രെയിനിൽ കയറി അവരാണല്ലോ. മോൻ ചോദ്യം ഒന്ന് വായിച്ചു കൊടുത്തേ. ഇന്ത്യൻ റെയിൽവേയുടെ സെക്ഷൻ 141 പ്രകാരം കാരണം കൂടാതെ ട്രെയിനിലെ അപായ ചങ്ങല വലിച്ചാൽ എത്ര രൂപയാണ് പിഴ കിട്ടുക? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 2500, ഓപ്ഷൻ ഡി 501. ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു, 2500. റിസ്ക് എടുക്കുന്നെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാം. എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. ട്രെയിനിൽ കയറിയിട്ടുള്ളവരല്ലേ. ട്രെയിനിൽ കയറിയെന്നും പറഞ്ഞത് അറിയണമെന്നില്ല. കാര്യം ആ ചങ്ങല വലിച്ച് മറ്റേ പണിഷ്മെന്റ് അടിച്ചാലേ അറിയാൻ പറ്റും. സാധാരണ നമ്മൾ ട്രെയിനിലും കയറി ആരും പറയത്തില്ല ഈ ചങ്ങല വലിക്കണമെന്നോ ചങ്ങല വലിച്ചാൽ എത്ര രൂപ പണിഷ് ചെയ്യുമെന്നോ ഒന്നും പറയാറില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതുവരെ നോട്ടീസ് ചെയ്ത് കാണൂല്ലോ. അത് കണ്ടിട്ടാണോ പറഞ്ഞത്? താങ്കൾക്ക് ഉറപ്പുണ്ടോ? സംശയമാണ്. പുള്ളിക്കും സംശയമാണ്. വിജയിച്ചാൽ 2 ലക്ഷം, പരാജയപ്പെട്ടാൽ 10,000 രൂപ. അതല്ല ഇനിയിപ്പം സംശയം വന്നിട്ട് പിന്മാറിന്നിരിക്കട്ടെ, അപ്പൊ 50,000 രൂപ കിട്ടും, 1/2 ലക്ഷം. വേണമെങ്കിൽ ഇതിനകത്ത് 2 ഉത്തരം പറഞ്ഞാൽ ആ 2 ഉത്തരം എടുത്തിട്ട് വേണേൽ മണി ഷെയർ കളിക്കാം. അപ്പം ഓപ്ഷൻ എ ബി സി ഡി 1000, 100, 2500, 501 ഏതായിരിക്കും? 2500 ഞാൻ എവിടെയും കേട്ടിട്ടില്ല. 1000 ആണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. 1000 ആണോ? പിന്നെ 100ഉം 500 കുറഞ്ഞ സംഖ്യയല്ലേ, അത് കൊടുക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ എത്ര ആയിരിക്കും? 1000 ആയിരിക്കും. 1000 ആയിരിക്കോ? അപ്പൊ ഇദ്ദേഹത്തിനെ തള്ളുവാണോ? തള്ളണം. തള്ളണം, തള്ളിക്കളയണം അല്ലേ? അപ്പൊ 1000 പൂട്ടട്ടോ? പൂട്ടട്ടോ? ശരിയായിരിക്കും ഇത്? ഷുവർ ആണല്ലോ? ഇനിയൊരു അവസരം ഇല്ല. അപ്പൊ ഷുവർ ആണല്ലോ? പൂട്ടട്ടോ? ഞാൻ പൂട്ടി. താങ്കൾ വളരെ ആലോചിച്ച് പിടിവള്ളി എടുത്തു. പക്ഷെ പിടിവള്ളിക്കാരൻ പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് 1000 രൂപ എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. വലിയൊരു റിസ്ക് ആണ് താങ്കൾ എടുത്തത്. ഓപ്ഷൻ എ 1000 രൂപ. എന്റെ കണ്ണുകൾ നോക്കിയിട്ട് ഈ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കും തെറ്റായിരിക്കുമോ? ശരിയാണെന്നോ? എന്റെ കണ്ണുകൾ നോക്കിട്ടോ? എന്റെ കണ്ണുകളിൽ ഉണ്ടോ അങ്ങനെ? ഉണ്ട്. ഏത് കണ്ണിൽ, ഇടത്തോ വലത്തോ? 2 കണ്ണിലും. 2 കണ്ണിൽ ഇരിക്കുക. ഓക്കെ. അപ്പൊ 2 കണ്ണുകളിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 1000 എന്ന്. 1000 അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ സൗകര്യമില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ 2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. കുട്ടേട്ടൻ ചുണ്ടനങ്ങുന്നുണ്ട്. താങ്കളുടെ വീട്ടിൽ വളരെ കുസൃതി നിറഞ്ഞ ഒരു പശുക്കിടാവുണ്ട്. അൽഫോൻസ് എന്നാണ് ആ പശുക്കിടാവിന്റെ പേര്. വീട്ടിൽ വരുന്ന ആളുകളുടെ മുണ്ട് കടിച്ചെടുക്കുമെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? കുട്ടിയുടെ പറ ശരിയാണ്. അൽഫോൺസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിക്കിടാവുണ്ട്. അപ്പൊ അവളുടെ തള്ളയാണ് ഉണ്ടായപ്പോ തന്നെ ആദ്യം മരിച്ചത് അവളുടെ തള്ളയാണ്. ആണല്ലേ? അൽഫോൺസിന്റെ തള്ള ആദ്യം ചത്തുപോയത്. ഉണ്ടായപ്പം പുള്ളിക്കാരി ഇച്ചിരി സൈലന്റ് ഒക്കെ ആയിരുന്നു. നമ്മളായിട്ട് അത്യാവശ്യം നല്ല ഇണക്കമായിരുന്നു. അപ്പൊ അമ്മ പോയി കഴിഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായി, അമ്മ പോയിന്ന് മനസ്സിലായി. അപ്പൊ അവള് അടുത്തുള്ള ഒരു പശുവിന്റെ കൂടെ കൂട്ടുപിടിച്ചു. അപ്പൊ അതിനെ അമ്മയായിട്ടാണ് പുള്ളിക്കാരി ഇപ്പൊ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വിഷമം തട്ടണ്ടല്ലോ എന്ന് ഓർത്ത് പുള്ളിക്കാരിനെ ഫുൾ അഴിച്ചു വിട്ടേക്കുവാണ്. അപ്പൊ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നാല് അപ്പൊ തന്നെ പുള്ളിക്കാരി ഇടയ്ക്കോടൊക്കെ ഇങ്ങനെ കയറി പോവും. അവരെ ഇടയ്ക്കോടൊക്കെ നടക്കും, ഇടയ്ക്ക് കയ്യിലൊക്കെ നക്കും, ഇടയ്ക്ക് മുണ്ടക്കടിച്ച് ഒറ്റ വലിയ വലിച്ചെടുക്കോ. നല്ല സ്നേഹമല്ലേ മനുഷ്യരെക്കാളും അല്ലേ? ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ കേറി വാ. ചോദ്യം ഇതാണ്: മഞ്ഞ സാൻഡ്സ്റ്റോണുകളാൽ നിർമ്മിക്കപ്പെട്ട കോട്ടകൾ കൊണ്ട് സമർത്ഥമായതിനാൽ എന്ത് വിശേഷണത്താലാണ് ജയ്സാൽമീർ നഗരം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പിങ്ക് സിറ്റി, ഓപ്ഷൻ ബി സിൽവർ സിറ്റി, ഓപ്ഷൻ സി സോളാർ സിറ്റി, ഓപ്ഷൻ ഡി ഗോൾഡൻ സിറ്റി. ഓപ്ഷൻ ഡി ഗോൾഡൻ സിറ്റി. എന്തുകൊണ്ട്? യെല്ലോ ഗോൾഡ്. ഗോൾഡൻ സിറ്റി. ഉത്തരം അതാണെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടും. ഉത്തരം തെറ്റാണെങ്കിലോ 20,000 രൂപ കൈ കിട്ടും. 10%. റിസ്ക് എടുക്കുകയാണോ? ടെൻഷൻ വരുന്നുണ്ടോ? ഇപ്പോ ചെറിയൊരു ടെൻഷൻ, ശ്വാസവും നേരെ വിടാൻ പറ്റുന്നില്ല. ചെറിയ ടെൻഷൻ വരുന്നു അല്ലേ? തീർച്ചയായും ചെറിയ ടെൻഷൻ വരുന്നു. ഭയമുണ്ടോ? പേടിക്കുന്നു. ഇപ്പൊ പൂട്ടാമോ? ഹാർട്ട് ബീറ്റ് നോക്കിയല്ലേ? ഇപ്പോ നമ്മൾ ഈ പേടി എത്രമാത്രം ഉണ്ടെന്ന് അറിയണ്ടേ? കുട്ടേട്ടാ, ചെക്ക് ഹാർട്ട് ബീറ്റ്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ 109.
കുറച്ച് കൂടുതലാ. വലിയ കുഴപ്പമില്ല, സാധാരണ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. 109 നിൽക്കുകയാണ്. അപ്പോഴാണ് ഗോൾഡൻ സിറ്റി പറഞ്ഞത്. അതിൽ ഉറച്ച് നിൽക്കാണോ? റിസ്ക് എടുക്കുമോ? എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഗോൾഡൻ സിറ്റി ഞാൻ പൂട്ടുന്നു. 3 ലക്ഷം ഇവിടെ ചോദ്യമായിരുന്നു. ഉത്തരം ശരിയാണെങ്കിൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000 രൂപ കൈ കിട്ടും. ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി. ജോർജ് എന്താ ചെയ്യുക? ഞാൻ പൂട്ടിക്കഴിഞ്ഞു. ഈ ഉത്തരം തെറ്റായിരിക്കുമോ? ശരിയാണ് സാധ്യത. എന്റെ മുഖം നോക്കുമ്പോ എന്ത് തോന്നുന്നു? ഗോൾഡൻ ഡി തന്നെയാണെന്ന് ഉറപ്പ്. മുഖം നോക്കുമ്പോഴോ? എനിക്ക് പിന്നെ എന്റെ കണ്ണുകളിലേക്ക് നോക്കും. തെറ്റ് പറയുന്നില്ലേ? കൃഷ്ണമണിയിൽ നിന്ന് എന്തോ ജ്വലിച്ചൊരു ഇത് വരുന്നില്ലേ? ഇല്ല ഒന്നും വരുന്നില്ലല്ലേ? എന്ത് കൃഷ്ണമണിയപ്പ ഇത് അല്ലേ? ഒന്നും വരുന്നില്ല. ഓക്കെ, ഓപ്ഷൻ ഡി ഗോൾഡൻ സിറ്റി. താങ്കൾ പറഞ്ഞ ഉത്തരം ജോർജ്, എല്ലാ തവണയും ഭാഗ്യം നമ്മളെ രക്ഷപ്പെടുത്തണമെന്നില്ല. വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 3 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ എന്താകാൻ ആഗ്രഹം ജോർജിന്? ഒരുപാട് പശുക്കളുടെ ഉടമയായ ഒരാളാകാനാണ്. പശുക്കളെ നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ളതിനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പിച്ചോടെ മെച്ചപ്പെട്ട കന്നാലികളെയും ഇപ്പം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതുങ്ങളെ നന്നായിട്ട് നോക്കി. എങ്ങനെയാ ഇഷ്ടം? മാത്യുവിന്റെ ആഗ്രഹം എന്തുവാ? മൃഗ ഡോക്ടറോ? ഓ, ഈ പശുക്കളെ നോക്കാൻ വേണ്ടിയാണ് മൃഗ ഡോക്ടർ ആകുന്നത്. അവനും മിടുക്കൊള്ളാം അല്ലേ? പിന്നെ ബ്രില്യന്റിന്ന് അവന് മറ്റേ ഫ്രീ പാല് കുടിക്കാനുള്ള ആളെ കൂടെ ഉണ്ടാക്കിയാൽ മതി അല്ലേ? ശരിക്കും എന്താ പറയാൻ വന്നേ? ബ്രില്യന്റിന്ന് അവന് മറ്റേ ഫ്രീ ആയിട്ട് മറ്റേ +1ലും +2ലും എൻട്രൻസിന്റെ കോച്ച്. ജോർജ് സാർ വിളിച്ചോ? മറ്റേ അവിടുന്ന് അവര് വന്നായിരുന്നു. അപ്പൊ അവന് സാക്ഷ്യപത്രം കൊടുത്തു. അപ്പൊ അവര് ഓഫർ ചെയ്തിരിക്കുക പാലാ ബ്രില്യന്റ്. അപ്പൊ അടുത്ത 5 ലക്ഷത്തിലേക്ക് പോകാമല്ലോ. 5 lakhs. അപ്പൊ ഇനി പിടിവള്ളികളെല്ലാം കഴിഞ്ഞു. ഇനി മണി ഷെയർ എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഞാൻ 2 ഉത്തരത്തിലേക്ക് പണം ഡിവൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ നമുക്കിനി 5 ലക്ഷം രൂപയുടെ ചോദ്യം. 500,000 rupees. 5 ലക്ഷം രൂപ എപ്പോഴെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? ഇപ്പൊ ജയറാൻ തന്നു അല്ലേ? ജയറാം സാർ തന്നു. പിന്നെ യൂസഫ് അലി സാർ അവരെ അവിടെ വന്നായിരുന്നു. അപ്പൊ അത് എത്ര കിട്ടി? 5 ലക്ഷത്തിന് ചെക്ക്. നീ കുറച്ച് പശുക്കളുടെ കുറവേ ഉള്ളൂ അല്ലേ? അത് മിക്കവാറും പ്രേക്ഷകർ എത്തിച്ചേരും. 20 പശുക്കൾ വേണമെന്ന് പറഞ്ഞു. തൊഴുത്തിന് കുറെ മെയിൻ്റെനൻസ് ചെയ്യാണ്ട്, ഫാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. അത് വേണം അല്ലേ? അപ്പൊ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ പശുക്കളൊക്കെ ആയതുകൊണ്ട് അതിന് ചൂടിച്ചിരി കൂടിയാലും വലിയ കുഴപ്പമൊന്നുമായിരുന്നു. മഴ ഇച്ചിരി നന്നായിട്ട് നനഞ്ഞാൽ. നാടൻ പശുക്കളാണോ? ഇൻഷുറൻസ് എടുക്കണ്ടേ? ഇപ്പൊ ഉള്ള മറ്റേ മന്ത്രി അടുത്ത ദിവസം കൊണ്ടുവരുന്നതിന് ഇൻഷുറൻസ് ചെയ്ത് അവരും ഉണ്ടെന്നെ. അപ്പൊ ബാക്കിയുള്ള പശുക്കൾക്കോ? അത് ഇൻഷുറൻസ് ചെയ്യുക നമ്മൾ ചെയ്യണം. പൈസ ഉണ്ടല്ലോ. അപ്പൊ കൊള്ളാം, നല്ല കാര്യം. മുന്നോട്ട് പോട്ടെ. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. മോണിറ്റർ കേറി വാ. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് വരട്ടോ. ഏത് പക്ഷിക്കാണ് തീജ്വാല എന്നർത്ഥം വരുന്ന ലാറ്റിൻ സ്പാനിഷ് പദത്തിൽ നിന്ന് പേര് കിട്ടിയത്? ഓപ്ഷൻ എ ആൽബട്രോസ്, ഓപ്ഷൻ ബി സീഗൾ, ഓപ്ഷൻ സി ഫ്ലെമിംഗോ, ഓപ്ഷൻ ഡി പെൻഗ്വിൻ. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. റിസ്ക് എടുക്കരുത്, വലിയ എമൗണ്ട് ആണ്. വിജയിച്ചാൽ 5 ലക്ഷം രൂപ, തെറ്റിയാൽ 30,000 രൂപ, പിന്മാറിയാൽ 1.5 ലക്ഷം. 2 ഉത്തരത്തിൽ അറിയാമെങ്കിൽ ഈ 5 ലക്ഷം ഡിവൈഡ് ചെയ്ത് നമുക്ക് മണി ഷെയർ കളി കളിക്കാം. അതൊരു ഒടുക്കത്തെ കളിയാ. ഏത് വേണം? പിന്മാറുകയാണോ? ഉള്ള കാശും കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ അപ്പൊ എത്ര കിട്ടും? 1.5 ലക്ഷം രൂപ കിട്ടും. 1.5 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യും? 2 പശുവിനെ വാങ്ങിക്കാം. 3 പശു 50,000 രൂപയുള്ളൂ അല്ലേ? അപ്പോ തൊടുപുഴയിലെ വെള്ളിയാമറ്റത്തെ ജോർജ് ബെന്നി, താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ ശരി ഉത്തരം ഫ്ലെമിംഗോ ആയിരുന്നു. സംശയം വന്നായിരുന്നു? ഫ്ലെയിം, തീജ്വാല, ഫ്ലെമിംഗോ. മനസ്സിലായില്ലേ? അപ്പോ 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. 3 പശുക്കളെ വാങ്ങിക്കാം കൃഷ്ണഗിരിയിൽ പോയി. അപ്പൊ ഞാൻ ഓൾറെഡി 80,000 രൂപ തന്നല്ലോ. കൃത്യമുണ്ടല്ലോ. അപ്പൊ 70,000 രൂപ കൂടി ഞാൻ അങ്ങോട്ട് തരണം. അതോടെ 1.5 ലക്ഷം രൂപയായി. 50,000 വെച്ചിട്ട് 3 പശുക്കളെ നമ്മൾ വാങ്ങിക്കും. അപ്പൊ നമ്മളിനി വന്ന് നോക്കും പശുക്കളെ വാങ്ങിച്ചു ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഇടപാട് തീർത്തിട്ട് താഴോട്ട് പോവാം. ഓക്കെ? അപ്പൊ 70,000 അല്ലേ നമ്മൾ ഇനി തരേണ്ടത്? 80,000 തന്നു. ഓക്കെ, നല്ല കച്ചവടമായിരുന്നല്ലേ? 1 2 3 4 5 6 7 കൃത്യം ഞാൻ 70,000 എടുത്തു. കണ്ടാ, താങ്കളുടെ ഐശ്വര്യം അതാണ്. ഓക്കെ, ചെലവാക്കി കളയരുത്. പശുക്കളെ തന്നെ വാങ്ങിക്കണം. ഓക്കെ, നല്ല പശുക്കളെ തന്നെ. ഓക്കെ.
ഓക്കെ അല്ലേ? അപ്പോൾ ആ പൈസ ഇവിടെ വെച്ചു. താങ്ക് യു സാർ. അപ്പോൾ 1.5 ലക്ഷം രൂപ കൈ കിട്ടി. അപ്പോൾ കുട്ടേട്ടന് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു കുട്ടേട്ടാ. ഓക്കെ, വെൽക്കം ജോർജ് ബെന്നി. കുട്ടേട്ടൻ അടുത്ത ദിവസം വീട്ടിലേക്ക് വരണം. തൽക്കാലം ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. വേണേ മോൻ ഒരു കാര്യം ചെയ്യാം, ജോർജിന് വേണമെങ്കിൽ ആ പശുക്കളെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ജോർജ് കുട്ടേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കാം പശുക്കൾക്ക്. അത് വലിയ സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് അൽഫോൺസിനെ കൂടി കൊണ്ടുവരണം. തീർച്ചയായും. മുണ്ടെടുക്കാത്തതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല. പുള്ളിയെ പറിച്ചോണ്ട് പോകുന്ന പേടിയില്ല. അപ്പൊ കുട്ടേട്ട നമുക്ക് താഴോട്ട് പോയാലോ? യെസ് ബോസ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. ബാക്കി കാര്യം താഴെ പോയിട്ട് പറയാം. ഓക്കെ സാർ. ലെവൽ 1. ജോർജെ, ഞാൻ ക്യാഷ് കൈമാറിയെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ക്യാഷ് കൊടുക്കാൻ പാടില്ല, ആർക്കും ലിക്വിഡ് ക്യാഷ് കൊടുക്കാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെക്കാക്കുന്നു. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ചെയ്യാൻ ഒപ്പിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാലോ, നമുക്ക് മാത്യുവിനെ കൂടി വിളിച്ചാലോ? മാത്യുവിടെ മാത്യു അല്ലേ ആദ്യം ഇദ്ദേഹത്തിനെ ഇതെല്ലാം പഠിപ്പിച്ചത്? കറവയൊക്കെ പഠിപ്പിച്ച മാത്യു അല്ലേ? ഗുരുവേ വന്നാലും. അപ്പോൾ ആദ്യം രണ്ടുപേരുടെയും 1.5 ലക്ഷം രൂപയുടെ ചെക്കങ്ങ് വാങ്ങിച്ചു. അപ്പോൾ ജോർജ് 1.5 ലക്ഷം, ഇനിയിപ്പം രണ്ടുപേരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. മനോഹരമായ ഒരു കാര്യം കൂടെ ഉണ്ട്. കുട്ടേട്ടന്റെ പ്രവചനം എന്ത് സംഭവിക്കും എന്നുള്ളത് ജോർജിന്. കുട്ടേട്ടാ, ഇറ്റ് ഈസ് യുവർ ടൈം. ജോർജ് ബെന്നി, താങ്കളുടെ വീടിനെ കുറിച്ച് ഞാൻ പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ 3 മക്കൾക്ക് സാമ്യമുള്ള 3 നാളുകളുണ്ട്. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി. ശരിയാണോ? ശരിയാണ്. ഇതിൽ ലഗ്നത്തിൽ ശുക്രൻ 4-ാം ഭാവത്തിലും രാഹു 8-ാം ഭാവത്തിലും ചൊവ്വ 4-ാം ഭാവത്തിലും ശനി 9-ാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ഏകദേശം നന്നായി വരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. 3 പേരുടെയും സമയം സേവനമാണ്. ഒരാൾ ഡോക്ടറാവാനും, ഒരാൾ അധ്യാപകനാകാനും, ഒരാൾ നേഴ്സാവാനുമാണ് പ്രശ്നത്തിൽ കാണുന്നത്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും. ഒരാൾ ഡോക്ടർ, വീട്ടിലിരിക്കുന്ന ആള് നേഴ്സ്, ഇയാള് അധ്യാപകൻ. അപ്പൊ വെറ്ററിനറി ഡോക്ടറാണ് കേട്ടോ. വെറ്ററിനറി ഡോക്ടറാണ്. കുട്ടിയുടെ വെറ്ററിനറി ആണോ ഒറിജിനൽ ഡോക്ടറാണോ? വെറ്ററിനറി ഡോക്ടറാണ്. ഇത് നടന്നില്ലെങ്കിൽ ഇങ്ങോട്ടൊരു വരവ് വരണം. നടന്നാലും കുട്ടേട്ടനെ കാണാൻ വരുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ കാണാം നമുക്ക്. വിജയ് ഭവ. ഓക്കെ, അപ്പൊ കാണാം നമുക്ക്. താങ്ക് യു. നമ്മുടെ ഹൃദയം തുളുമ്പിയുള്ള വാത്സല്യമാണ് ഈ ജോർജിനോടും മാത്യുവിനോടും നമുക്കുള്ളത്. ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൺമുമ്പിൽ ജീവന തുല്യം സ്നേഹിച്ച മൃഗങ്ങൾ ചത്തൊടുങ്ങിയെന്നറിയപ്പോൾ, പ്രത്യേകിച്ചും ഏറ്റവും വാത്സല്യമുള്ള 7 പശുക്കൾ കൂടി കടന്നുപോയി എന്നറിഞ്ഞപ്പോൾ ഇവർക്കുണ്ടായ നൊമ്പരം കേരളം മുഴുവൻ ഷെയർ ചെയ്തു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ പല ആളുകളും ഇവരെക്കുറിച്ച് TV ചാനലുകളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. 24 വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ നിരവധി കോളുകൾ നമ്മുടെ ന്യൂസ് ഡെസ്കിലേക്കും വന്നിരുന്നു. ഈ കുട്ടികൾക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകട്ടെ, കുട്ടേട്ടൻ പറഞ്ഞതുപോലെ വലിയ ഉയരങ്ങളിലെത്തട്ടെ. ഇവർ പശുക്കുട്ടികളും പശുക്കളും ഒക്കെ ആയിട്ട് ഭാവി ജീവിതം സുഖകരമാക്കി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡും മറ്റൊരു മത്സരാർത്ഥിയുമായി നമ്മൾ കാണുക നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.